പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കിങ്ഡം ട്രംപറ്റേഴ്സ് മിനിസ്ട്രീസിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഇന്നത്തെ ഓൺലൈൻ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ 2 പത്രോസ് 3:9 ഇങ്ങനെ വായിക്കുന്നു. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ വചനം പറയുന്നത് പോലെ നമ്മൾ ഓരോ ദിവസം കഴിയുന്ന തോറും നമ്മൾ കർത്താവിൻ്റെ വരവ് അല്ലെ നമ്മളെ മരണത്തോട് നമ്മൾ ഓരോ ദിവസവും അടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലെങ്കിൽ ചിലർ ചോദിക്കുന്നുണ്ടായിരിക്കാം, കർത്താവിൻ്റെ വരവ് കുറേ നാളുകളായി കേൾക്കുന്നു, എന്തുകൊണ്ട് കർത്താവ് വരുന്നില്ല? ഇവിടെ വചനം പറയുന്നത് പോലെ കർത്താവ് ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ കർത്താവ് നമുക്ക് സമയം തന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അതുപോലെ നമ്മളിപ്പോൾ കാണുന്ന ഈ ആകാശവും കൊടിമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോവുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൽ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകുവാനും ഉള്ള ദൈവദിവസത്തിൻ്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയതും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഈ കാണുന്ന ആകാശവും ഒഴിഞ്ഞു പോകും, ഭൂമിയും അതിൻ്റെ ഹല്ലേലൂയ പണികളും എല്ലാം വെന്തു പോകും. ഹല്ലേലൂയ. അതുകൊണ്ട് എത്ര വിശുദ്ധ ജീവിതം, എത്ര വിശുദ്ധ ജീവനും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം എന്നാണ് പത്രോസ് അപ്പോസ്തലൻ നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. എന്നാൽ നാം അവൻ്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും കാത്തിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ വസിക്കുന്ന ഈ ഭൂമിയിൽ ചിലപ്പോൾ ചിലവരെങ്കിലും അനീതിയൊക്കെ കണ്ട് മടുത്തിരിക്കുന്നവരായിരിക്കാം. എന്നാൽ ഹല്ലേലൂയ, നമുക്ക് പ്രത്യാശ ഉള്ളത് ഹല്ലേലൂയ സ്തോത്രം, നീതി വസിക്കുന്ന ഒരു പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കായിട്ടും ആണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടെ ഇന്നത്തെ ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ശുശ്രൂഷ എവർക്കും അനുഗ്രഹമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ദൈവത്തിന്റെ സ്നേഹത്തെ ഹല്ലേലൂയ ഒന്ന് ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി നനയുന്നോനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ, വില നൽകിയ യജമാനനേ, കുറവുകൾ മാറ്റും എന്നുടമസ്ഥനേ. വീലകൾ, നമ്മുടെ ഇല്ലായ്മകൾ, നമ്മുടെ ശൂന്യതകളൊക്കെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമ്മെ നിറയ്ക്കുന്ന ഒരു അപ്പൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യ വന്നിട്ടുണ്ട്. ഒന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥകൾ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥകൾ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. പാടിയാട്ടെ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥകൾ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥകൾ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ഓ യേശു വന്നിട്ടുണ്ട് എൻ്റെ അവസ്ഥകൾ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ഓ ഹൃദയത്തിൻ വാതിൽ തുറക്കാൻ യേശുവേ വാ, ജീവനാഥനായൻ ഉള്ളത്തിൽ യേശുവേ വാ. എന്റെ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എന്റെ കർത്താവേ നീ മാത്രമാശ്രയം. എന്റെ രക്ഷകനേ നിന്നിൽ അഭയം ചൊല്ലുന്നേ, എൻ കർത്താവേ
നീ മാത്രമാശ്രയം. ഓ യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്റെ എന്റെ ശൂന്യതകളെ മാറ്റുന്നവൻ. എന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശുവേ യേശു വന്നി നമ്മുടെ മധ്യേ എന്റെ അവസ്ഥയെ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. ഓ യേശു വന്നി. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ നന്നായി അറിയുന്നൊരപ്പൻ ഇത് രാത്രിയിൽ നമ്മുടെ മധ്യയുള്ളേ. ഹല്ലേലൂയ. എന്നെ നന്നായി അറിയുന്നൊരപ്പൻ. ഹല്ലേലൂയ. ഓ എന്റെ ആത്മതലങ്ങളിലുണ്ട്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ശബനരതുയാരദാരദേ. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥകൾ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥകൾ മാറ്റാൻ. ഇന്നും ജീവിക്കുന്നവൻ നമ്മോട് കൂടെ. ഹല്ലേലൂയ. നമ്മുടെ മധ്യത്തിൽ ജീവിക്കുന്ന ഒരു കർത്തൻ. ഹല്ലേലൂയ. നമ്മുടെ അപ്പൻ ജീവനുള്ളവൻ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമ്മെ അറിയുന്ന, ഹല്ലേലൂയ, നമ്മെ മനസ്സിലാക്കുന്ന നമ്മുടെ പിതാവ്, ഓ കാൽവരി രാജാവ് നമ്മുടെ മധ്യ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ. നിറവേ നീർ വാറുമേ നിറവേ, നീർ വേണ്ടുമേ നിറവേ, നീർ പോതുമേ ആവിയാനവരേ നിറവേ, നീർ വാറുമേ നിറവേ, നീർ വേണ്ടുമേ നിറവേ, നീർ പോതുമേ ആവിയാന. പാടിയാട്ടെ. നിറവേ നീർ വാറുമേ നിറവേ, നീർ വേണ്ടുമേ നിറവേ, നീർ പോതുമേ ആവിയാനവരേ നിറവേ, നീർ വാറുമേ നിറവേ, നീർ വേണ്ടുമേ നിറവേ, നീർ പോതുമേ ഓ ஆவியானவரே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. பாடியாட்டே. நீர் வந்தால், நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. என்னை அப்பன் வந்தால், நீர் வந்தால் சூழ்நிலை மாறுமே, முடியாததும் சாத்தியமாகுமே. நிறைவே நிறைவே நீர் வாருமே நிறைவே, நீர் வேண்டுமே நிறைவே, நீர் போதுமே ஆவியானவரே. நிறைவே நீர் வாருமே நிறைவே, நீர் போதுமே நிறைவே, நீர் வாருமே ஆவியானவரே. நிறைவே நீர் வாருமே நிறைவே. ஓ ಶಬನರ ದುನಿಯಾರದಾರದೆ ಸದಾರದಂತೆ, ವೈಡಗರ ದುನಿಗರದರೇ രദാരദത്തെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ ഞെരുക്കങ്ങളെ മാറ്റുന്നവരെ, ഞങ്ങളുടെ വിങ്ങലുകളെ മാറ്റുന്നവരെ, ഹല്ലേലൂയ. ഈ രാത്രിയിൽ അപ്പന്റെ കരുണ, അപ്പന്റെ സ്പർശനം ഞങ്ങളുടെ മേൽ വന്ന് ഭവിക്കട്ടെ. അപ്പന്റെ ഒരു വാക്ക് ഞങ്ങളുടെ മേൽ വന്ന് ഭവിക്കട്ടെ. അപ്പന്റെ കരുണ, അപ്പന്റെ വിടുതൽ ഞങ്ങളുടെ മേൽ വന്ന് ഭവിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ നന്നായി അറിയുന്നവരെ,
ഞങ്ങളുടെ കുറവുകളെ അറിയുന്നവനെ, ഞങ്ങളുടെ ശൂന്യതകളെ മനസ്സിലാക്കുന്നവനെ, ഞങ്ങളുടെ ബലഹീനതകളെ അറിയുന്നവരെ, ശവാരധാരദസ്തേ ജീവാരബ്ദേ രവരം ജീവം വൈഡകര ദുനിയാരധാരദേ. ഹല്ലേലൂയ. ഓ യേശു രാത്രിയിൽ ഹല്ലേലൂയ നമ്മുടെ റൂമുകൾക്കകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൻ ഈ രാത്രിയിൽ നമ്മുടെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അത് തിരിച്ചറിഞ്ഞ ആത്മാവിൽ തിരിച്ച് അവന് മഹത്വം കൊടുക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിയിൽ അസാധാരണമായ ചില അത്ഭുതങ്ങൾ നമ്മുടെ ഭവനത്തിനകത്ത് നടക്കും. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ അസാധാരണമായ വിടുതലുകൾ സ്വീകരിപ്പാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കിയാണ്. ഹല്ലേലൂയ. അസാധാരണമായത് നമ്മുടെ ബലഹീനതകളെ കവിഞ്ഞു നിൽക്കുന്ന, നമ്മുടെ കുറവുകളെ കവിഞ്ഞു നിൽക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ കരുണ, ദൈവത്തിന്റെ വാത്സല്യം, ദൈവത്തിന്റെ അത്ഭുതം ഈ രാത്രിയിൽ നമ്മുടെ മേൽ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ കുടുംബങ്ങൾക്കകത്ത്, സഭയ്ക്കകത്ത്, കൂടിവരവുകൾക്കകത്ത് ഹല്ലേലൂയ ദൈവവചനത്തിന്റെ മേൽ നിവൃത്തിയായി സംഭവിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓ യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥകൾ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ. യേശു വന്നിട്ടുണ്ട് എന്റെ അവസ്ഥകൾ മാറ്റാൻ, ഇന്നും ജീവിക്കുന്നോൻ യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എന്റെ യജമാനനേ. കുറവുകൾ മാറ്റും എന്നുടമസ്ഥനെ, വില നൽകിയ എന്റെ യജമാനനേ. എന്നെ നന്നായി അറിയുന്നോനേ, എന്നെ നന്നായി മെനയുന്നോനേ. കുറവുകൾ മാറ്റും ഉടമസ്ഥനെ, വില നൽകിയ എന്റെ യജമാനനെ. ഓ കുറവുകൾ മാറ്റും എന്റെ ഉടമസ്ഥനെ, വില നൽകിയ യജമാനനെ. നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നുവോ അതായി തന്നെ ഞാൻ. എന്നപ്പനെ നിൻ പൊന്നു പാദത്തിൽ ഞാനെന്താകുന്നുവോ അതായി തന്നെ ഞാൻ. ദാവീദിനെ നോക്കിയാൽ ദാവീദിന് അറിയാമായിരുന്നു അവന്റെ കുറവുകളെല്ലാം അവന് നല്ല ബോധ്യമുണ്ട്. ഹല്ലേലൂയ. ഇവന്റെ മാനസം അറിയുന്ന ഒരു എന്റെ ദാസൻ. ഹല്ലേലൂയ. അവൻ എന്റെ ഉള്ളം അറിയുന്ന ദാസൻ. ഹല്ലേലൂയ. അപ്പൻ അവനെ കുറിച്ച് അങ്ങനെ പറയണമെങ്കിൽ ഹല്ലേലൂയ അവന്റെ കുറവുകൾ അറിഞ്ഞ് അവൻ അപ്പന്റെ മുമ്പിൽ മുട്ടുകുത്തിയ ഒരു ദാസനായിരുന്നിട്ടാ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഹല്ലേലൂയ നമ്മൾ എന്താകുന്നുവോ, നമ്മൾ ഏതാകുന്നുവോ എന്ന് ഹല്ലേലൂയ ഒരു മറവും വേണ്ട പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമ്മുടെ ബലഹീനതകൾ നമുക്കറിയാം, നമ്മുടെ പാപങ്ങൾ നമുക്കറിയാം. കണ്ണുകൊണ്ടും ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും ഒക്കെ ഉള്ളത് നമുക്കറിയാം. ഈ രാത്രിയിൽ അതൊന്നും നമ്മുടെ അനുഗ്രഹത്തിന് തടസ്സമാവല്ലേ. നമ്മളത് മറച്ചു വെക്കാൻ നോക്കണ്ട പ്രിയമുള്ളവരെ, മറച്ചു വെക്കാൻ നോക്കണ്ട. ഈ രാത്രി അത് വിട്ടുകൊടുത്താട്ടെ. അപ്പന് മുമ്പിൽ ഹല്ലേലൂയ ഹൃദയം തുറന്നു കൊടുത്താട്ടെ. അപ്പൻ നമ്മെ ഉയർത്തും, അപ്പൻ നമ്മെ നിറയ്ക്കും. ഈ രാത്രിയിൽ നിറവിന്റെ ഒരു അനുഭവത്തോടെ എഴുന്നേൽപ്പാൻ അപ്പൻ നമ്മുടെ മേൽ കരുണ ചെയ്യണമെന്ന് ദൈവത്തോട് ഏൽപ്പിച്ചു കൊടുത്താട്ടെ.
ഹല്ലേലൂയ. അവൻ നമ്മുടെ മധ്യയുണ്ട്, അവൻ നമ്മുടെ മധ്യയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറവുകൾ മാറ്റും എൻ്റെ ഉടമസ്ഥനേ, വില നൽകിയ എൻ്റെ യജമാനനേ. കുറവുകൾ മാറ്റും എൻ്റെ ഉടമസ്ഥനേ, ഓ വില നൽകിയ എൻ്റെ ഓ ശബനരതുനിയ. ആരാധന അങ്ങേക്കാരാധന, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന, ഓ എന്നേശുവേ അങ്ങേക്കാരാധന. പാടിയാട്ടെ. ആരാധന അങ്ങേക്കാരാധന. ആമേൻ. എന്നേശുവേ അങ്ങേക്കാ ആരാധന അങ്ങേക്കാരാധന. എൻ്റെ യേശുവേ, എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാ. ഞങ്ങളെ നിറയ്ക്കുന്ന കർത്താവേ, യേശുവേ അങ്ങേക്കാരാധന. ഓ ആരാധന, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ. അങ്ങേക്ക് ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ യേശുവിന് ഹല്ലേലൂയ. പിതാവേ ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ. ആമേൻ, ആമേൻ. ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. ആരാധന അങ്ങേക്കാരാധന. എന്നേശുവേ അങ്ങേക്കാരാധന. അപ്പാ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങേ ഉയർത്തുകയാണ്. ഈ തിരുസന്നിധിയിലല്ലാതെ, ഈ സാന്നിധ്യത്തിലല്ലാതെ ഞങ്ങൾ എവിടെ പോയി അഭയം പ്രാപിക്കും? ഞങ്ങൾ ആർക്ക് ആരാധന നൽകും? ഹല്ലേലൂയ. ജീവിക്കുന്ന ഞങ്ങളുടെ കർത്താവിന്, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ അപ്പന്, ഞങ്ങളുടെ കുറവുകൾ മനസ്സിലാക്കുന്ന ഞങ്ങളുടെ രാജാവിന്, ഹല്ലേലൂയ, ഞങ്ങളെ സ്നേഹിക്കുന്ന, ചേർത്ത് നിർത്തുന്ന, ഞങ്ങളെ മാർവോട് ഹല്ലേലൂയ മറച്ചു പിടിക്കുന്ന അപ്പനെ ഞങ്ങൾ അങ്ങേ ഉയർത്തുന്നു പിതാവേ. ഞങ്ങളുടെ മഹത്വവും പുകഴ്ചയും സ്തുതിയും സ്തോത്രവും ആരാധനയും എല്ലാം ഈ രാത്രിയിൽ അങ്ങയ്ക്ക് തന്നെ തരികയാണ്. ബലം ഞങ്ങളുടെ മേൽ പകർന്നു ഓർത്ത് സ്തോത്രം. അത്ഭുതങ്ങൾ ഞങ്ങളുടെ മേൽ പകർന്നു ഓർത്ത് സ്തോത്രം. ഹല്ലേലൂയ, 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 സ്തോത്രം. ഒരുമിച്ച് ചില ഗാനങ്ങൾ കൂടി ചേർന്ന് പാടി നമ്മുടെ അപ്പനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. ഈ സാന്നിധ്യത്തിൽ തന്നെ ഇരിക്കുന്ന എത്ര മനോഹരം. ഹല്ലേലൂയ. ഈ ദൈവിക സന്തോഷത്തിൽ ഇരിക്കുന്ന എത്ര സന്തോഷം. ഹല്ലേലൂയ. ഇത് മറ്റെങ്ങും കിട്ടുകയില്ല. നമ്മൾ എത്ര വില കൊടുത്താലും നമുക്ക് കിട്ടുകയില്ല. ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഹല്ലേലൂയ നമ്മെ സ്നേഹിച്ചവന്റെ മുമ്പിൽ അവന്റെ സാന്നിധ്യവും അവന്റെ പ്രസാദത്തിനും വേണ്ടി ഹല്ലേലൂയ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ നമ്മെ നിറയ്ക്കും. നമ്മൾ പാടിയതുപോലെ ഹല്ലേലൂയ ചിലതൊക്കെ നമ്മുടെ വീട്ടിനകത്ത് നിന്ന് നടക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നിട്ടുണ്ട്. യേശു നമ്മുടെ ഇടയിൽ വന്നിട്ടുണ്ട്. യേശു നമ്മുടെ ഭവനത്തിനകത്ത് വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആ ആത്മസന്തോഷത്തിൽ ഹല്ലേലൂയ നിറഞ്ഞ് നമുക്ക് ഒരുമിച്ച് ചില ഗാനങ്ങൾ കൂടി ചേർന്ന് പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താമല്ലോ. ഹല്ലേലൂയ. ഓൺലൈനിൽ കൂടി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവർക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് നമ്മുടെ ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. ഈ മരുഭൂ യാത്രയിൽ വീണു പോകാതെ മേഘസ്തംഭമായി ഹല്ലേലൂയ
കാലിടറിപ്പോകാതെ കല്ലിൽ തട്ടാതെ നമ്മെ താങ്ങി നടത്തിയാൽ ആ അപ്പന നാമത്തെ മഹത്വപ്പെടുത്താം. ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയ. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. വീണിൽ ചാടാതെ വീണുപോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണുപോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. ആമേൻ. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. പാടിയാട്ടെ. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ആമേൻ. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. കൂട്ടം വിട്ടുപോ ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. തേടിയെത്തിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. ആമേൻ. തേടിയെത്തിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. ആമേൻ. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ഓ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നയിക്കും ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. യേസ്. ആത്മശക്തിയാൽ എന്നെ നയിക്കും ആത്മനാഥൻ കൂടെയുണ്ടെന്നും. ഓ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ഓ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ചൂടിൽ വാടാതെ വീണുപോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. വിശ്വാസത്തോടെ. ചൂടിൽ വാടാതെ വീണുപോകാതെ മേഘസ്തംഭമായി യാഹനിക്കുണ്ട്. കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. ഓ കാലിടറാതെ കല്ലിൽ തട്ടാതെ താങ്ങിയെടുക്കും നാഥനെന്നും. ഓ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ഓ എന്നെ അറിയാൻ എന്നെ നഷ്ടവനം തനത്തെ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ഓ കൂട്ടം വിട്ടുപോം ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. ഓ കൂട്ടം വിട്ടുപോം ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും എന്നെ ഒറ്റപ്പെടുത്തിയാലും കൂട്ടം വിട്ടുപോം ആടിനെ പോലെ ഒറ്റപ്പെട്ടാലും യാഹനിക്കുണ്ട്. തേടിയെത്തിടും നല്ല ഇടയൻ തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. യാഹ്. തേടിയെത്തിടും നല്ല ഇടയൻ. ആമേൻ. തോളിലേറ്റിയൻ വീട്ടിലെത്തിക്കും. ഓ എന്നെ അറിയാൻ എന്നെ നടത്താൻ ഓ യാഹനിക്കുണ്ടേ. ആമേൻ ആമേൻ. എന്നെ അറിയാൻ എന്നെ നടത്താൻ ശവനത്തെ എല്ലാ നാളിലും
യാഹനിക്കുണ്ട്. ഓ സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. സാത്താൻ പാതയിൽ പോരടിക്കുമ്പോൾ പരിചയായിടും യാഹനിക്കുണ്ട്. ആത്മശക്തിയാൽ എന്നെ നയിക്കും. ഓ ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ആത്മശക്തിയാൽ എന്നെ നയിക്കും. ആത്മനാഥനൻ കൂടെയുണ്ടെന്നും. ഓ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ഓ എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. എന്നെ അറിയാൻ എന്നെ നടത്താൻ എല്ലാ നാളിലും യാഹനിക്കുണ്ട്. ഓ എന്നെ അറിയാൻ എന്നെ നടത്തുന്ന ദൈവം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഓ ശ്രവണം ധനരത്തെ. ഓ എല്ലാ നാളിലും യാഹനിക്കുണ്ടേ. ഹല്ലേലൂയ. ഓ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. ഓ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. ആമേൻ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. ഓ മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. ഓ മരുഭൂമിയെ നീ മലർവാടിയാക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. ഓ ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഓ ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. ആമേൻ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. ഓ തടസ്സങ്ങളെ പൊട്ടിച്ചെയ്തറിപ്പോയിടുക യേശുവിൻ നാമത്തിൽ. ഈ രാത്രിയിൽ കൽപ്പിച്ചാട്ടെ, തടസ്സങ്ങളെ പൊട്ടിച്ചെയ്തറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഒരിക്കൽ കൂടി പാടിയാട്ടെ, തടസ്സങ്ങളെ പൊട്ടിച്ചെയ്തറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഓ ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഓ ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഓ അസാധ്യമേ വഴി മാറുക യേശുവിന്റെ നാമത്തിൽ. ഈ രാത്രിയിൽ കൽപ്പിച്ചാട്ടെ, വിശ്വാസത്തോടെ ഹല്ലേലൂയ. രോഗമുള്ള ഭാഗങ്ങളിൽ ഹല്ലേലൂയ വിശ്വാസത്തോടെ ഹല്ലേലൂയ കരങ്ങൾ വെച്ച് പറഞ്ഞാട്ടെ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രിയിൽ വിടുതലുകൾ സംഭവിക്കട്ടെ. ഹല്ലേലൂയ. ശത്രുവിന്റെ സകല ആയുധങ്ങളും തകർന്നു മാറട്ടെ. ഹല്ലേലൂയ. തടസ്സങ്ങൾ പൊട്ടിച്ചിതറി മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞെരുക്കങ്ങൾ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവിന്റെ പ്രവൃത്തി ഈ രാത്രിയിൽ നമ്മുടെ മേൽ അസാധാരണമായ ദൈവിക സാന്നിധ്യത്താൽ നടക്കട്ടെ. അത്ഭുതങ്ങൾ നടക്കട്ടെ. ഹല്ലേലൂയ. ശവനം ധനരം തേരവനം ചേരവനം തേ. ഓ ശവനാധനരതുനികരതരം തേരവനസ്തേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധരേ. ഓ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. ഓ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ. അസാധ്യമേ വഴി മാറുക യേശുവിൻ നാമത്തിനാൽ.
തടസ്സങ്ങളെ പൊട്ടിച്ചിതറി പോയിടുക യേശുവിൻ നാമത്തിനാൽ. തടസ്സങ്ങളെ വഴിമാറി ഓ യേശുവിൻ നാമത്തിനാൽ. ഓ ഞെരുക്കങ്ങളെ വഴി മാറിപ്പോയിടുക യേശുവിൻ. ഹല്ലേലൂയ. തടസ്സങ്ങളെ പൊട്ടിച്ചിതറിപ്പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഓ ശത്രുവിനായുധമേ തകർന്നു പോയിടുക യേശുവിൻ നാമത്തിനാൽ. ഓ രോഗശക്തികളെ വിട്ടുപോയിടുക യേശുവിൻ നാമത്തിൽ. രാത്രിയിൽ ഹല്ലേലൂയ ഹല്ലേലൂയ രോഗബന്ധനങ്ങളെ യേശുവിന്റെ നാമത്തിൽ ദൂരെ പോകുവാൻ കൽപ്പിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞാൻ നിങ്ങളുടെ സൗഖ്യദായകനെന്ന്. ഹല്ലേലൂയ. അവന്റെ വചനത്തിന്റെ ശക്തിയാൽ ഈ രാത്രിയിൽ വാഗ്ദത്തങ്ങളുടെ മേൽ നമ്മുടെ മേൽ സൗഖ്യം വന്ന് ഭവിക്കട്ടെ. ഹല്ലേലൂയ. ശവനര തുനിയ ഉടവനര തുനികരദരേ രദാരദസ്തേ ജീവാരത്തെ രവനം ജീവം വൈഡകര തുനികരദരേ രദാരദസ്തേ. ഓ വിടുതലുകൾ സംഭവിക്കുന്ന രാത്രിയായി മാറട്ടെ. ഓ അത്ഭുതങ്ങൾ നടക്കുന്നത് രാത്രിയായി മാറട്ടെ. അപ്പന്റെ കരുണ നമ്മുടെ മേൽ പകരുന്ന രാത്രിയായി മാറട്ടെ. അപ്പന്റെ സാന്നിധ്യത്തിൽ ഹല്ലേലൂയ അസാധാരണമായ ദൈവിക പ്രവൃത്തികൾ ഈ രാത്രിയിൽ നമ്മുടെ തലങ്ങളിൽ നടക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവ പ്രവൃത്തി ഹല്ലേലൂയ നമ്മുടെ മേൽ പകരുന്നതോർത്ത് സ്തോത്രം 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 സ്തോത്രം. വൈഡകര തുനികരദരേ വൈഡാരധനാരദേ രദസ്തേ ജീവാരത്തെ രവനം ജീവം വൈഡകര തുനികരദന സദാരദ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഓ ശമനര തുനിയാരദാരദേ. 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. 600,000 ആയോരു കൂട്ടത്തെ ചിറകിൽ വഹിച്ചവൻ കൂടെയുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്ക നമ്മെ കൈവിടാത്തവൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒരു നാളും ഉപേക്ഷിക്കാത്തവൻ. ഹല്ലേലൂയ. ആകാശം ഭൂമിയും ഒഴിഞ്ഞു പോയാൽ ഹല്ലേലൂയ അവന്റെ വാക്കിന് മാറ്റം വരാതെ നമ്മെ ചേർത്ത് നിന്നൊരു കർത്താവ് നമ്മുടെ മധ്യേ ആഗതനായിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അപ്പാ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പ്രിയമുള്ളവരെ, ഹൃദയത്തോട് പറഞ്ഞാട്ടെ, മനസ്സിനോട് പറഞ്ഞാട്ടെ, ധൈര്യപ്പെട്ടാട്ടെ. ഈ രാത്രിയിൽ നമ്മോട് വാഗ്ദത്തം ചെയ്ത് ഒരുവന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. ഹൃദയത്തോടൊന്ന് കണ്ണുകളടച്ചെന്ന് പറഞ്ഞാട്ടെ. ഓ എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. ഓ എന്നെ വിളിച്ചവൻ, എന്നെ രക്ഷിച്ചവൻ എന്നാളും എന്നോട് കൂടെയുണ്ട്. കാക്കയെ കൊണ്ടു തൻ ദാസനെ പോറ്റുവാൻ ശക്തനായി തീർന്നവൻ നമ്മോടുണ്ട്. കാക്കയെ കൊണ്ടു തൻ ദാസനെ പോറ്റുവാൻ ശക്തനായി തീർന്നവൻ കൂടെയുണ്ട്. ചേർന്ന് പാടിയാട്ടെ. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു
പരമാർത്ഥമായവൻ ചൊല്ലിട്ടുണ്ട്. ഒരു നാളും എന്നെ ഉപേക്ഷിക്കയില്ലെന്നു പരമാർത്ഥമായവൻ ചൊല്ലിയിട്ടുണ്ട്. ഈ രാത്രിയിൽ ഹല്ലേലൂയ നമ്മളെ നന്നായി അറിയുന്ന, നമ്മുടെ ഹൃദയത്തെ നന്നായി വിചിന്തനം ചെയ്യുന്ന ഒരപ്പൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. അവൻ്റെ മുഖത്ത് നോക്കി, നമ്മുടെ ഹൃദയത്തിൻ്റെ അകക്കണ്ണുകളൊക്കെ ഒന്ന് അവൻ്റെ മുഖത്തോട്ട് നോക്കി ഒന്ന് പറഞ്ഞാട്ടെ, അപ്പാ എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. ഓ എന്തെല്ലാം വന്നാലും കർത്താവിൻ പിന്നാലെ സന്തോഷമായി ഞാൻ യാത്ര ചെയ്യും. നമ്മുടെ അപ്പനത് കേൾക്കട്ടെ, നമ്മുടെ ഹൃദയത്തെ തീരുമാനം അവൻ അറിയട്ടെ. ഹല്ലേലൂയ. അവന്റെ സ്നേഹം നമ്മോട് വർദ്ധിക്കട്ടെ, അവന്റെ കൃപ നമ്മുടെ മേൽ പെരുകട്ടെ. ഹല്ലേലൂയ. ഈ രാത്രിയിൽ നമ്മുടെ മേൽ അവന് ചെയ്യുവാനുള്ളതൊക്കെ നമ്മുടെ ഹൃദയത്തെ കണ്ട് അവൻ നമ്മുടെ മേൽ ചെയ്യുമാറാകട്ടെ. അപ്പാ, ഈ രാത്രിയിൽ ഞങ്ങളോട് കാണിച്ച ഞങ്ങളുടെ സ്നേഹത്തിനായി നന്ദി. അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകർന്നു തോർത്ത് സ്തോത്രം. അങ്ങയെ ആരാധിക്കുവാൻ, അങ്ങയെ മഹത്വപ്പെടുത്തുവാൻ ബലം നൽകിയതിന് നന്ദി. ഞങ്ങളുടെ ഈ കൂടിവരവിനെ കർത്താവ് അനുഗ്രഹിക്കണം. തുടർന്നുള്ള എല്ലാ ശുശ്രൂഷയും കർത്താവ് ബലത്തോടെ അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യണമേ. ശുശ്രൂഷിപ്പാൻ നിന്റെ ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. കരങ്ങളെ തിരുന്നു യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന അയച്ച പ്രിയ സയ്യമ്പതിനോടുള്ള നന്ദി അറിയിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക ആരാധന കർത്താവ് നമുക്ക് നൽകി തന്നതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് ഞാൻ അധിക സമയമെടുക്കുന്നില്ല. പ്രിയ കർത്തൃദാസൻ തോമസ് പാസ്റ്റർ നമ്മുടെ മധ്യയുണ്ട്. പ്രിയ ദേവദാസൻ ആദ്യമായിട്ടാണ് നമ്മുടെ മധ്യയെ കടന്നു വരുന്നത്. ഞാൻ പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാന്ന് എനിക്കറിയാം. വളരെ അനുഗ്രഹിക്കപ്പെട്ട തലങ്ങളിൽ ബൈബിൾ സ്റ്റഡിയും അനവധി പ്രഭാഷണങ്ങളും ഒക്കെ പ്രിയ കർത്തൃദാസൻ്റെ യൂട്യൂബിലുണ്ട്. അനേകർ അത് പലരും കേട്ടിട്ടുണ്ട്. തുടർന്ന് പ്രിയ ദേവദാസനെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കാരണം എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് ആരാധന അയച്ച സയ്യമ്പനായി പ്രാർത്ഥിക്കാം. സ്തോത്രം. ഭാരത്തോടെ ദുഃഖത്തോടെ ആരെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്നാവശ്യമായിരിക്കുന്ന ദൈവിക ശബ്ദം കേൾക്കുവാൻ, പരിശുദ്ധാത്മാവ് ഇടപെടുവാൻ കടന്നു എല്ലാവരെയും കർത്താവ് നിറച്ച് മടക്കി അയക്കുവാൻ തക്കവണ്ണം ഇവിടെയാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് കർത്തദാസനായി പ്രാർത്ഥിക്കാം. പ്രതിദാസനെ കർത്താവ് വീണ്ടും ശക്തിയോടെ കരങ്ങൾ ഉപയോഗിക്കുവാനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം. പ്രിയ നഞ്ചൻ പാസ്റ്റർ നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, തിരുമുന്നിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു ഹല്ലേലൂയ രാത്രി കൂടി കർത്താവേ, ഞങ്ങളുടെ അഭിഷിക്തന്മാരോട് ഒരുമിച്ച് കൂടി അങ്ങേ സ്തുതിപ്പാൻ, സ്തോത്രം ചെയ്യുവാൻ, ഞങ്ങളുടെ വചനം കേൾക്കുവാൻ നമ്മളെ കർത്താവേ ഹല്ലേലൂയ. ഇന്ന് വചനം സംസാരിക്കുന്ന ഞങ്ങളുടെ അഭിഷിക്തനെ കർത്താവെ അങ്ങയുടെ ഇരട്ടി ആത്മാവിന്റെ നിറവോടുകൂടെ കർത്താവെ ഇന്ന് രാത്രി ഞങ്ങളുടെ മധ്യം നിർത്തി അവൻ ഞങ്ങളോട് സംസാരിച്ച് ഞങ്ങളുടെ ഉള്ളങ്ങളെ തൊടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ, സ്തോത്രം. സ്തോത്രം. അന്റിക്കായി ഇവിടെയുള്ള എല്ലാ ദേവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ആശീർവദിക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ. സൂം വഴി ശ്രമിക്കുന്ന ബഹുമാന്യരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഈ മീറ്റിങ്ങിൽ എന്നെ ക്ഷണിച്ച കർത്താവദാസൻ പാസ്റ്റർ ജോണി, ഇന്ന് പ്രാർത്ഥിച്ച ദൈവദാസൻ, നമുക്ക് നല്ല ഗാനങ്ങൾ പാടി സന്തോഷിപ്പിക്കാൻ ഉപയോഗപ്പെട്ട ദൈവദാസൻ, എല്ലാവർക്കുമുള്ള സ്നേഹവന്ദനങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ പങ്കുവയ്ക്കുന്നു. നമ്മൾ തിരുവഴുത്തിലേക്ക് നേരിട്ട് പ്രവേശിക്കുകയാണ്. മുഖവരിക്ക് വേണ്ടി ഞാൻ ടൈം ഒന്നും എടുക്കുന്നില്ല. തിരുവഴുത്തിൽ നിന്ന് കേൾപ്പാനുള്ള അവസരം ഇന്ന് ദൈവം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് തോന്നുന്നു ജോണി പാസ്റ്റർ നടത്തുന്ന ഈ മീറ്റിങ്ങിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തെ മീറ്റിംഗ് ആണെന്ന് എൻ്റെ ഓർമ്മയിൽ.
ഇതിനു മുമ്പ് ഞാൻ വന്നിട്ടുണ്ടോ ജോണി പാസ്റ്റർ? ഇല്ല പാസ്റ്റർ, ആദ്യമായിട്ടാണ് വരുന്നത്. പാസ്റ്റർ ആദ്യമായിട്ടാണ്. ശരി ശരി ശരി. ഒരുപാട് സന്തോഷം. നമുക്ക് ഒരുമിച്ച് അറിയുന്ന ഒരു വാക്ക് പഠിക്കാം. ബൈബിളിൽ നിന്ന് നമുക്കൊരു വാക്ക് പഠിക്കാം. നമ്മുടെ മുമ്പിലുള്ള 1 മണിക്കൂർ 2 മിനിറ്റാണ്. അത്രയും സമയം കൊണ്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തിരുവെഴുത്ത് നമ്മളെ സൗഖ്യമാക്കുന്നത് കാണാൻ കഴിയും. തിരുവെഴുത്ത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ 18 വിധ അത്ഭുതങ്ങളാണ് ബൈബിളിലുള്ളത്. അതിൽ സാധാരണ അത്ഭുതങ്ങൾ മുതൽ എക്സ്ട്രാ ഓർഡിനറി മിറക്കിൾ വരെയാണ് എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്തിന് ഇതെല്ലാം നടത്താൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? വേദപുസ്തകത്തിൻ്റെ ശക്തി അത്ര വലുതാണ് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി മഹത്വം ദൈവത്തിന് കരയേറ്റിയത് കണ്ടതിൽ സന്തോഷം. നമുക്ക് തിരുവെഴുത്തിലേക്ക് തന്നെ കിടക്കാം. അറിയുന്ന വേദഭാഗമാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അറിയാത്തവരുടെ ആരുമില്ല എന്നെനിക്ക് തോന്നുന്നു. അതിൽ നിന്ന് നമുക്ക് ചില പാഠങ്ങൾ പഠിക്കാം. കർത്താവ് അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കാണ് നയിച്ചിട്ടുള്ളത്. കടുകുമണി നമുക്കറിയാം, എന്നാൽ വൃക്ഷമാകുന്ന കാര്യം അറിയില്ല. കടുകുമണി എല്ലാവർക്കും അറിയാം, പക്ഷെ വൃക്ഷമാകുന്ന കാര്യം അറിയില്ല. സിനാപ്പി നിഗ്ര, സിനാപ്പി അൽബ, സിനാപ്പി അർവസോട്ട തുടങ്ങിയ 4 കടുകുമണിയാണ് നിലവിലുള്ളത്. അതിലൊരു കടുകുമണി 20 അടി ഉയരം വരുന്ന വൃക്ഷമാണ്. കർത്താവ് അത് നോക്കിയിട്ടാണ് പറഞ്ഞത്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദങ്ങളൊക്കെ നോക്കിയാൽ അറിയാം. എൻ്റെ പുസ്തകം വായിച്ചിട്ടുള്ളവർ കൃത്യമായി മനസ്സിലാകും. അപ്പൊ അറിയുന്നതിൽ നിന്ന് അറിയാത്തതിലേക്കാണ് നമ്മുടെ കർത്താവ് നയിക്കാറുള്ളത്. ഇന്നും നമ്മളെ അതിലേക്ക് നയിക്കട്ടെ. വന്നിരിക്കുന്നവർക്ക് ശാരീരിക, മാനസിക, ആത്മീക വിടുതലുകൾ ദൈവം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നടന്നിരിക്കും അത്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി അത്ര വലുതാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് 2-ാം അധ്യായത്തിലേക്ക് വരാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒരാൾ വായിച്ചാണ്. പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടിയിരുന്നു. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തന്റെ മേലും പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. 5-ാം വാക്യം കൂടെ. അന്ന് ആകാശത്തിന് കീഴുള്ള സകല ജാതികളിൽ നിന്നും യെരുസലേമിൽ വന്നു പാർത്തിരുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കം ഉണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി. ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. ഓക്കെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ കാര്യത്തിലേക്ക് കടക്കാം. വാക്യം എല്ലാവരും വായിച്ചു എന്ന് വിചാരിക്കുന്നു. നമുക്ക് വാക്യം മാറ്റിവിടാം. എല്ലാവരും ഒരുമിച്ച് നമുക്കൊന്ന് കാണാം. ഈ ഭാഗം വായിച്ചപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരും ഒരു ചോദ്യം ചോദിക്കുന്നു. ആരെങ്കിലും ഒരാൾ ഉത്തരം പറയണം. ഇതിനകത്ത് എത്ര നിറവാണ് നമ്മൾ വായിച്ചത്? ഈ 5 വാക്യത്തിൽ ആകെ 5 വാക്യം വായിച്ചിട്ടുള്ളൂ. അതിൽ എത്ര നിറവാണ് വായിച്ചത്? തിരുവെഴുത്ത് വായിക്കുമ്പോൾ രാജാവിനോടുള്ള ബഹുമാനം നമുക്കുണ്ടായിരിക്കണം. രാജാവിൻ്റെ വചസ്സുകളാണ്, രാജാവിൻ്റെ വചനമാണ്. അത് വായിക്കുമ്പോൾ അത് നോക്കിയിരിക്കണം. നമ്മൾ അലസരായിരിക്കാൻ പാടില്ല. മഹാരാജാവിൻ്റെ തിരുവെഴുത്താണെന്നുള്ള വലിയ ഉത്തരവാദിത്വ ബോധത്തിൽ വേണം നമ്മൾ തിരുവെഴുത്ത് വായിക്കുമ്പോൾ ഇരിക്കാൻ. അത് കേൾക്കുമ്പോൾ ആ വലുപ്പത്തിൽ വേണം കേൾക്കാൻ. ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് വേണം എനിക്ക് നിങ്ങളോട് ദൂത് പറയാൻ. എത്ര നിറവുണ്ടെന്നൊന്ന് പറയാം ആരെങ്കിലും ഒരാൾ ഈ 5 വാക്യത്തിൽ? നിങ്ങൾ പറഞ്ഞെങ്കിൽ ഞാൻ പ്രസംഗിക്കുള്ളൂ. 2. വെരി ഗുഡ്. പറഞ്ഞ വ്യക്തിയുടെ പേര് സിറസ് എന്നാണെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ പറഞ്ഞു ശരിയാണെന്ന് പറയാം. ഡെനു ആണോ? താങ്ക് യു മോൻ, താങ്ക് യു. 2 നിറവ് നമുക്കവിടെ കാണാം. ഒന്ന്, വീട് മുഴുവൻ നിറച്ചു. 2, വീട്ടിലുള്ള എല്ലാവരെയും നിറച്ചു. നിങ്ങൾ ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. 1, വീട് മുഴുവൻ നിറയ്ക്കുക. 2, വീട്ടിലുള്ള എല്ലാവരും നിറയുക. ഈ 2 കാര്യം നിങ്ങളുടെ വീട്ടിൽ നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്?
അത് ചെറിയ വീടായാലും വലിയ വീടായാലും വീട് മുഴുവൻ ദൈവത്താൽ നിറയുന്ന ഒരു വലിയ അനുഭവം വേണമെന്ന് കൊതിയുള്ളവർ എത്ര പേരുണ്ട്? എൻ്റെ വീട് ദൈവത്താലൊന്ന് നിറയണം. എൻ്റെ വീട് പ്രധാനമന്ത്രിയായ ബഹുമാന്യ മോദിയാൽ നിറയണം എന്നല്ല, മുഖ്യമന്ത്രിയായ പിണറായി സാറിനാൽ നിറയണം എന്നല്ല, നമുക്ക് നിറയേണ്ടത് നമ്മുടെ ദൈവത്താലാണ്. ഈ ഒരു വലിയ അനുഭവം ഇന്നത്തെ മീറ്റിൽ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? വീട് നിറയുക. ഞാൻ പല കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ പോയിട്ടുണ്ട്. ഇന്ത്യക്ക് വെളിയിലൊക്കെ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു വീടിന് 27 ബെഡ്റൂമുള്ള ഒരു വീട് ഞാൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തായിരുന്നു. അപ്പോൾ തന്നെ വെറും ഓല ഷെഡ് കൊണ്ട് പണിത ഒരു വീട് കാപ്പുകാട് ഉദ്ഘാടനം ചെയ്തു. മൊത്തം ഓലയാണ്. പക്ഷെ ആ ദേവദാസൻ പറഞ്ഞു, എൻ്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥിച്ച് കയറണമെന്ന്. 27 ബെഡ്റൂമുള്ള വീട് ഉദ്ഘാടനം ചെയ്തതിനേക്കാൾ, പ്രാർത്ഥിച്ച് കയറിയതിനേക്കാൾ എനിക്ക് ഹൃദ്യമായിരുന്നു ഓല ഷെഡുള്ള ആ വീട്ടിൽ പ്രാർത്ഥിച്ച് കയറിയപ്പോൾ. അതിൻ്റെ റീസൺ പറയാൻ പോവുക. 27 ബെഡ്റൂമുള്ള വീട്ടിൽ എല്ലാവിധ സാമഗ്രികളും സർവ്വവിധ സംവിധാനങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ ആത്മനിറവ് കണ്ടില്ല. ഓല ഷെഡുള്ള വീട്ടിൽ ആത്മനിറവ് നേരിട്ട് അനുഭവിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. നമ്മുടെ വീട്ടിൽ ഒരാൾ കയറി വരുമ്പോൾ ഒരു ആത്മനിറവ് അനുഭവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നല്ലൊരു ആമേൻ പറയാൻ കഴിയുമോ? 20 വേദഭാഗങ്ങളാണ് ബൈബിളിൽ ആത്മനിറവുള്ളത്. 20 വേദഭാഗങ്ങളാണ്. ആ ഓരോ ഭാഗത്തും ആത്മനിറവിൻ്റെ പുറകിൽ ശക്തമായ അനുഭവങ്ങളുടെ കലവറകളുണ്ട്. അതിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ചിന്തകളാണല്ലോ ഈ നാളുകളിൽ നമ്മൾ കണ്ടെത്തുന്നത്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. വീട് നിറയുക, വീട്ടിലുള്ള എല്ലാവരും നിറയുക. ആമേൻ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ദൂത് കേൾക്കുമ്പോൾ എൻ്റെ കുടുംബത്തിലതാകട്ടെ, എൻ്റെ കുഞ്ഞുങ്ങൾ നിറയട്ടെ, എൻ്റെ വീട് നിറയട്ടെ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ വീട്ടിലെല്ലാവരും നിറയട്ടെ. ഞാൻ എടുത്തെടുത്ത് പറയുന്നത്, ഈ 2 അനുഭവങ്ങൾ ചുംബിക്കുന്ന ഒരു വീടാണ് നിന്റെ വീടെങ്കിൽ എഴുതി വെച്ചോളൂ, അവിടെ കൃത്യമായ അനുഗ്രഹങ്ങൾ കാണാൻ കഴിയും. തടുക്കാൻ കഴിയാത്ത അനുഗ്രഹത്തിന്റെ ഒഴുക്ക് അവിടെ കാണാൻ കഴിയും. ആരെങ്കിലും തടുക്കാൻ നോക്കിയാൽ ആ തടുക്കാൻ വന്നവനെ നഷ്ടം എന്നല്ലാതെ, തടുത്ത് നമ്മളെ നശിപ്പിക്കാൻ നോക്കിയാൽ നമുക്ക് നഷ്ടമില്ല. കാരണം നമ്മൾ അപ്പോഴും നിറവിലാണ് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ആമേൻ. ആ നിറവിലേക്ക് നമുക്ക് വരാം. ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിലെ നിറവിൽ നിന്ന് 1-2 കാര്യങ്ങൾ പഠിപ്പിക്കാം. 22 വിഷയങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ നിറവിൽ നിന്ന് പഠിക്കാനുള്ളത്. ഞാൻ പറഞ്ഞ കാര്യം ഒന്നുകൂടെ പറയാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലെ നിറവിൽ നിന്ന് 22 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അത് 22 കാര്യങ്ങളുടെ വിവിധ അനുഭവങ്ങൾ കൂടെ പങ്കുവെക്കാനുണ്ട്. എന്നാൽ ഇന്ന് എന്നെ പരിശുദ്ധാത്മാവ് നിർബന്ധിക്കുന്ന 1-2 ഭാഗത്തേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കാം. നമുക്ക് എല്ലാവർക്കും എടുക്കാം. അതിൻ്റെ 4-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. 4-ാമത്തെ വാക്യം. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഈ വാക്യത്തിൽ പ്രധാനമായ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം നമുക്ക്. ഒന്ന്, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞു. 2, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അന്യഭാഷ പറഞ്ഞു. പാസ്റ്റർമാരോ അച്ഛന്മാരോ പ്രവാചകന്മാരോ തലയിൽ കൈവച്ച് നിർബന്ധിച്ച് പരിശുദ്ധാത്മാവ് ലഭിച്ച് അന്യഭാഷ പറഞ്ഞു എന്നുള്ള വിഷയമല്ല. അങ്ങനെ വേദസ്ഥയിലില്ല. അങ്ങനെ ഒരു പ്രോഗ്രാം ബൈബിളിലില്ല. ബൈബിളിലുള്ളത് പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷ പറയാവുന്നതാണ്. അതിൽ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷയിൽ ആനന്ദിക്കാൻ താല്പര്യമുള്ളവർ നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തോട് പറയും, ദൈവമേ, പരിശുദ്ധാത്മാവ് നൽകുന്ന അന്യഭാഷയിലെ ആരാധന എന്നിൽ നിന്ന് ഉയരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അതെന്റെ ചരിത്രത്തിൽ വേണം
എന്ന് താല്പര്യമുള്ളവരെല്ലാം ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. നിങ്ങൾക്ക് ഇന്നുള്ള ലിംഗ്വിസ്റ്റിക് സയൻസ്, ഭാഷാശാസ്ത്രത്തെക്കുറിച്ചുള്ള അറിവുള്ളവരുണ്ടാകും. ഭാഷാശാസ്ത്രത്തെക്കുറിച്ച് ഒരു അറിവില്ലാത്തവരുണ്ടാകും. വേദപുസ്തകത്തിൽ ഭാഷയെക്കുറിച്ച് പഠിക്കുന്ന നല്ലതാണ്. അതിന്റെ കാരണം 3 ഗ്രൂപ്പായിട്ടാണ് ഭാഷാശാസ്ത്രത്തെ ആദ്യം തുടങ്ങുന്നത്. അതിൽ ഒരു ഗ്രൂപ്പ് 2 ഭാഗമായി തിരിയുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ്. സെമിറ്റിക് ഗ്രൂപ്പ് അഥവാ ശേമ്യ വർഗത്തിന്റെ ഭാഷ വിവേചനം, അതിന് ട്രീ ഉണ്ട്. അതിനെക്കുറിച്ച് പഠിപ്പിക്കാൻ ഇപ്പൊ ടൈമില്ല. ഇന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കണം, 7156 ഭാഷകൾ നിലവിലുണ്ട്. ഏതാനും ഡയലക്ടസ് നോക്കുമ്പോൾ 7200 ഉണ്ട്. ആ 7200 ഭാഷകളെ ലോകത്തിന്റെ ഭാഷകൾ എന്നാണ് പറയുക. ലോകത്തിന്റെ ഭാഷകളാണ്, ഈ ലോകത്തിന്റെ. എന്നാൽ ഈ ലോകത്തിൽ പെടാത്ത ഭാഷകളുണ്ട്. എടുക്കാൻ നമുക്ക് 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം അതിന്റെ 2-ാമത്തെ വാക്യം. എല്ലാവരും ബൈബിൾ നോക്കണമെന്ന് വിനീതമായി പറയുന്നു. രാജാവിന്റെ പുസ്തകത്തോട് രാജാവിനോട് ബഹുമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ബുക്ക് നോക്കണം. നമ്മൾ ദൈവമക്കളാണ് എന്ന കാര്യം അറിഞ്ഞിരിക്കുക. വായിച്ചാട്ട്. അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ മനുഷ്യരോട് അല്ല ദൈവത്തോടത്രേ സംസാരിക്കുന്നു, ആരും തിരിച്ചറിയുന്നതുമില്ലല്ലോ. എങ്കിലും ആരും തിരിച്ചറിയാത്ത ഭാഷ. ലോകത്തിലുള്ള 850 കോടിയിലധികം ജനങ്ങൾ തിരിച്ചറിയാത്ത ഭാഷ സംസാരിക്കുന്ന പരിപാടിയുണ്ട്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 2 അതല്ല, അറിയുന്ന ഭാഷയാണ്. കാരണം അവർ സംസാരിച്ചത് അവിടെ കൂടി വന്നവർക്ക് മനസ്സിലായെന്ന. വായിച്ചു നോക്കി നിങ്ങൾ എല്ലാവരും ഒന്ന് എടുക്കണേ. പ്ലീസ് ഗോഡ്. അതിന്റെ 7 വാക്യങ്ങൾ എടുത്താട്ട്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 5, 6, 7 വാക്യങ്ങൾ. അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുസലേമിൽ വന്നു പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. 7-ാം വാക്യം വായിച്ചില്ല ഞാൻ, അതുകൊണ്ട് വീട്ടിൽ. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? നിങ്ങൾ ബൈബിൾ നോക്കിയെങ്കിൽ ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും. ബൈബിൾ കണ്ടെങ്കിൽ. ബൈബിൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് സമയം ചിന്തിക്കേണ്ടി വരും. ഞാൻ ഒന്നുകൂടെ പറയാം. 5-ാം വാക്യത്തിൽ ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്ന് വന്നു എന്നാ. നിങ്ങൾ അല്പം ഗ്രീക്ക് ഭാഷ അറിയുന്നവരാണെങ്കിൽ മനസ്സിലാക്കണം, ലോകത്തിൽ അന്ന് യഹൂദന്മാർ എവിടേക്കുണ്ടോ അവിടെ നിന്നെല്ലാം വന്നിരിക്കുകയാണ് പെരുന്നാളിന്. അവിടെ സകല ജാതികളിൽ നിന്നും എന്നുള്ളത് ഗ്രീക്ക് അനുസരിച്ച് അന്നുള്ള സകല രാഷ്ട്രങ്ങളിൽ നിന്നും ഭക്തിയുള്ള യഹൂദന്മാർ വന്നിരിക്കുക പെരുന്നാളിന്. അവരാണ് ഈ മുഴക്കം കേട്ട് വന്നിരിക്കുന്നത്. അവരിൽ നിന്നാണ് പെന്തക്കോസ്ത് നാളിൽ ഈ മുഴക്കം കേട്ട് വന്നിരിക്കുന്നത്. ഈ അറിവ് നമുക്കുണ്ടായിരിക്കണം. അങ്ങനെ മുഴക്കം കേട്ട് വന്നവരെ ഗലീലക്കാരായ മാളികമുറിയിൽ ഇരിക്കുന്ന 120 പേര് സംസാരിച്ചത് കൃത്യമായി കേട്ടിട്ട് അമ്പരന്ന് പോയി. എന്താ കാരണം? അവരുടെ ഭാഷകളിലാണ് സംസാരിക്കുന്നത്. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ സംസാരിക്കുന്നത്. 6-ാം വാക്യം. ഓരോരുത്തൻ താന്താന്റെ ഭാഷയിൽ. 1 കൊരിന്ത്യർ 14-2 പറഞ്ഞതല്ല, ആരും തിരിച്ചറിയാത്ത ഭാഷയാണ്. അപ്പോസ്തല പ്രവൃത്തി 2 പറയുന്നത് ലോകത്തിൽ നിലവിലുള്ള ഭാഷയാണ്. അപ്പൊ അന്യഭാഷ സംസാരിക്കുന്നവരറിയണം, ഈ 2 വിധത്തിലുള്ള ഭാഷകളും ദൈവം നമുക്ക് പരിശുദ്ധാത്മാവിനാൽ നൽകും. ഈ 2 വിധത്തിലുള്ള ഭാഷകളും ഇതിങ്ങനെ മാറ്റുമ്പോൾ ജനത്തിന്റെ ശ്രദ്ധ പോകും കേട്ടോ. ഇത് മാറ്റണ്ട, ബാക്കി കാണിക്കണ്ട, ബാക്കി നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. നമ്മൾ പറയുന്ന കാര്യം കറക്റ്റ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുള്ളൂ. അത്രയ്ക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയാ ഞാനിവിടെ കൃത്യമായി പറഞ്ഞുതരാം. എല്ലാവരും നന്നായി ശ്രദ്ധിച്ചാട്ടെ. 1 കൊരിന്ത്യർ 14-2 നമ്മൾ വായിച്ചത് ആരും തിരിച്ചറിയാത്ത ഭാഷയാണ്. അപ്പോസ്തല പ്രവൃത്തി 2 നമ്മൾ വായിച്ചത് അന്ന് കൂടി വന്നവർക്ക് തിരിച്ചറിയുന്ന ഭാഷയാണ്.
അപ്പൊ അന്യഭാഷ നമുക്ക് ലഭിക്കുന്നത് 2 വിധത്തിലുണ്ടെന്ന് ഇവിടെ തന്നെ തെളിവായി. അത് 6 ഭാഗമായിട്ടാണ് പഠിക്കേണ്ടത്. ഇവിടെ നിങ്ങൾ അറിയണം. എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ആരും തിരിച്ചറിയാത്ത അന്യഭാഷ, ലോകം തിരിച്ചറിയുന്ന അന്യഭാഷ പരിശുദ്ധാത്മാവ് നൽകുന്നെന്ന് എഴുതിയിരിക്കുന്നു. അപ്പൊ പഠിച്ച ഭാഷയല്ല, ലോകത്തിൽ നമ്മൾ പഠിച്ച ഭാഷയല്ല. ഞാൻ അത്യാവശ്യം ഹീബ്രു വായിക്കും, അത്യാവശ്യം ഗ്രീക്ക് വായിക്കും, അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കും, വേണ്ടി വന്നാൽ ഹിന്ദി, മാലും നഹി എങ്കിലും തൊടാ മാലും, അത്യാവശ്യം തമിഴ് വായിക്കും, അത്യാവശ്യം ഞാൻ ഗ്രീക്ക് ടൈപ്പ് ചെയ്യും, അത്യാവശ്യം ഹീബ്രു ടൈപ്പ് ചെയ്യും. എന്നാൽ ഇതൊന്നും എനിക്ക് അറിയില്ല. ഇതൊക്കെ നുറുങ്ങ അറിയുന്നല്ലേ, ഭാഷ അറിയില്ല. ഞാൻ ഗ്രാമർ എഴുതുന്നുണ്ട് എബ്രായ ഭാഷയ്ക്ക്, എന്നാൽ എബ്രായ ഭാഷയുടെ ഗ്രാമർ എനിക്ക് അറിയില്ല. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അറിയുന്ന ഭാഷ സംസാരിക്കുന്നത് വേറെ, അന്യഭാഷ വേറെ. ഇവിടെ നമ്മൾ വായിക്കുന്നത് അന്യഭാഷയിൽ സംസാരിച്ചു, പരിശുദ്ധാത്മാവ് നൽകിയത്. പ്രൈസ് ദ ലോർഡ്. എന്റെ ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ ഇതിലേത് ഭാഷയാണ് സംസാരിക്കുന്നത് എന്ന് ഗ്രഹിച്ചിട്ടുണ്ടോ? ആമേൻ. പ്രൈസ് ഗോഡ്. 2 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് നൽകുന്ന ആരും തിരിച്ചറിയാത്ത അന്യഭാഷ, പരിശുദ്ധാത്മാവ് നൽകുന്ന ലോകത്തിൽ നിലവിലുള്ള അന്യഭാഷ. ഈ ഒരു വലിയ തിരിച്ചറിവിലേക്ക് വന്നിട്ട് ആത്മനിറവിൽ ആരാധിച്ചാൽ അതിന്റെ അനന്തരഫലം വളരെ വലുതാണെന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇത് തിരിച്ചറിയാൻ എവിടെ ചെല്ലേണ്ടത്? ഇതിനു വേണ്ടി MDO ഒന്നും എടുക്കണ്ട, MTH എടുക്കണ്ട, PhD എടുക്കണ്ട. പ്രൈസ് ദ ലോർഡ്. ഒരു സ്ഥലത്ത് പോയിട്ടും BD എടുക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഒറ്റ സ്ഥലത്ത് BTH എടുക്കണ്ട, ഒരേ ഒരു സ്ഥലത്ത് ഇരുന്നാൽ മതി. കർത്താവായ യേശുവിന്റെ പാദപീഠത്തിൽ ഇരുന്ന് അല്പനേരം ചെലവഴിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടാൻ തുടങ്ങും. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ നിലയിൽ പരിശുദ്ധാത്മാവ് നയിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? പരിശുദ്ധാത്മാവ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാനെന്ന് പറയാൻ കഴിയണം. അവിടെയാണ് ഇന്റർപേഴ്സണൽ ഹോളി റിലേഷൻഷിപ്പ് വിത്ത് ഹോളി ഫാദർ, ഹോളി സൺ ആൻഡ് ഹോളി സ്പിരിറ്റ്. ആന്തരിക വൈയക്തിക വിശുദ്ധ ബന്ധം പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും നമുക്കുണ്ടാകണം. അത് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? പിതാവുമായിട്ട് എനിക്കൊരു ആന്തരിക വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം, പുത്രനുമായും ആന്തരിക വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം, പരിശുദ്ധാത്മാവുമായും ആന്തരിക വ്യക്തിപരമായ ബന്ധം ഉണ്ടാകണം. ആ ബന്ധത്തിലാണ് നിത്യത വരെ മുൻപോട്ട് പോകേണ്ടത്, നിത്യതയിലും. ആമേൻ. അത് ഈ മീറ്റിംഗിൽ ഒന്ന് സ്ഥാപിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു ചെറിയ കാര്യം ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇവിടെ മരണം വരെ കൊണ്ടു നടക്കേണ്ട ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. മരണം വരെ. നിങ്ങൾക്ക് അറിയുന്ന ആളാണ് ലൂതർ എന്ന് പറഞ്ഞ വ്യക്തി, മാർട്ടിൻ ലൂതർ. അറിയാത്തവരില്ല. മാർട്ടിൻ ലൂതറെ കുറിച്ച് നമുക്ക് നന്നായി അറിയാം. അദ്ദേഹത്തിന്റെ ബുക്കുകളെല്ലാം എൻ്റെ കയ്യിലുണ്ട്, കുറെയൊക്കെ വായിച്ചു തീർത്തു. അപ്പൊ അദ്ദേഹം എഴുതിയൊരു ഭാഗം ഞാൻ പറയാം. അദ്ദേഹത്തിന്റെ ജീവിതം എഴുതിയിരിക്കുക. അതിങ്ങനെയാണ്: എല്ലാ ദിവസവും 4 മണി മുതൽ 6 മണി വരെ ഞാൻ യേശുവിൻ്റെ അടുക്കലിരിക്കും. എല്ലാ ദിവസവും 4 മണി മുതൽ 6 മണി വരെ. തിരക്കുള്ള ദിവസം ഞാൻ 3 മണിക്കൂർ പ്രാർത്ഥിക്കും. എല്ലാവർക്കും ഒരു ആമീൻ പറയാൻ പറ്റുമോ? എല്ലാ ദിവസവും ഞാൻ യേശുവിൻ്റെ അടുക്കൽ 2 മണിക്കൂർ ഇരിക്കും. തിരക്കുള്ള ദിവസം നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് ഇത് മഹാ തിരക്കാണ്, എല്ലാ ഭക്തന്മാരും ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ദൈവം എല്ലാവരും അനുഗ്രഹിക്കണമേ, ഗ്ലോറി എന്ന് പറയും. ഒരേ ഒരു ചോദ്യം, ഈ ക്രൈസ്തവ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾ എത്ര പേര് ഡെയിലി യേശുവുമായി 2 മണിക്കൂർ, പോട്ടെ 1 മണിക്കൂർ ചെലവഴിക്കുന്നവരുണ്ട്? ഇവിടെയാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ നട്ടെല്ലെന്നറിയുന്നവർ ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമോ? അങ്ങനെ പറയണം. അവിടെയാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ കൂടി വരുമ്പോൾ സന്തോഷത്തോടെ പാട്ട് പാടുന്നു,
ആത്മനിറവിൽ അന്യഭാഷ പറയുന്നു. വളരെ നല്ല കാര്യമാണ്, അത് ആരോഗ്യകരമാണ്, കൂടിവരവിലെ ആരോഗ്യമാണ്. എന്നാൽ വ്യക്തിഗത ആരോഗ്യം ഉണ്ടാകണമെങ്കിൽ, ആത്മീക ആരോഗ്യം വരണമെങ്കിൽ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് നൽകുന്ന ലോകത്തിലെ ഭാഷകൾ, പരിശുദ്ധാത്മാവ് നൽകുന്ന ആരും തിരിച്ചറിയാത്ത ഭാഷകൾ, ഇതിൽ ഏതെങ്കിലുമായി സംസാരിക്കാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ടെന്ന് എൻ്റെ ചോദ്യം. അങ്ങനെയുള്ളവർ ആ കൈകളൊന്ന് ഉയർത്തി ഒരു വാക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങനെ ഒരു യഥാർത്ഥ റിലേഷൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് വാർത്തെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഒന്നിച്ച് സ്തോത്രം ചെയ്ത് ആരാധിച്ചാൽ ഒരു നിമിഷം നിങ്ങളുടെ അകത്ത് ദൈവമായിട്ടൊരു ബന്ധം ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ഞാൻ ജനിച്ചു വളർന്നത് ബ്രദറൻ ബാക്ക്ഗ്രൗണ്ടിലാണ്. 12 ക്ലാസ് ബ്രദറുകാരുടെ സൺഡേ സ്കൂൾ പഠിച്ചു. അപ്പൊ എൻ്റെ ഒരു ജ്യേഷ്ഠൻ പെന്തക്കോസില, പീച്ചി മാസ്റ്റർ ആ സമയത്ത്. അപ്പൊ പെന്തക്കോസിലും പോയി പഠിക്കണം. അപ്പൊ പെന്തക്കോസിലെ സൺഡേ സ്കൂൾ 12 പഠിച്ചു. എൻ്റെ അമ്മ ഒരു മദാമിയുമായിട്ട് വലിയ ബന്ധമാണ്. മദാമിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അമ്മയെ. അപ്പൊ മദാമ നടത്തുന്ന സൺഡേ സ്കൂളിൽ പോയി പഠിക്കണം. അങ്ങനെ ഒരു ദിവസം ഞായറാഴ്ച 3 സൺഡേ സ്കൂളിൽ പഠിക്കും. അങ്ങനെ 12 ക്ലാസ് വെച്ച് മദാമ നടത്തുന്നിടത്തും പെന്തക്കോസുകാരുടെയും ബ്രദറുകാരുടെയും സൺഡേ സ്കൂളിൽ പഠിക്കാനിടയായി. അന്ന് എനിക്ക് എന്തൊരു കലിയായിരുന്നു എന്നറിയാമോ? എല്ലാ കൂട്ടുകാരും കളിക്കാൻ പോകുമ്പോൾ ഞാൻ ഈ 3 സൺഡേ സ്കൂളിൽ പോയി പഠിക്കുക. പക്ഷെ ഇന്നത് കലിയല്ല, ഇന്നെൻ്റെ കർത്താവിനോടുള്ള നട്ടെല്ലായ ക്രിസ്ത്യ ജീവിതത്തിന്റെ ആരോഗ്യകരമായ അനുഭവമാണ്. ആമേൻ. ഒരേ ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു. പ്രതിസന്ധി വരുമ്പോൾ ആത്മാവുമായി ബന്ധപ്പെട്ട്, യേശുവുമായി ബന്ധപ്പെട്ട്, പിതാവുമായി ബന്ധപ്പെട്ട് ആന്തരിക ബന്ധം പുലർത്തി സംസാരിക്കാൻ കഴിയുന്നുണ്ട് എന്ന് പിതാവിന്റെ മുമ്പിൽ പറയാൻ കഴിയുന്നവർ എത്ര പേരുണ്ട്? ഈ ഒറ്റ തീരുമാനത്തിൽ ഈ മീറ്റിംഗിൽ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്നു മുതൽ നിങ്ങളുടെ ക്രിസ്ത്യ ജീവിതത്തിന്റെ നട്ടല്ലേ ലോകം കാണുന്നത് ആരോഗ്യകരമായിരിക്കും. ബ്രദറുകാരനായി ഞാൻ പെന്തക്കോസ്തുകാർ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ കാനമച്ചൻ പഠിപ്പിക്കാനുണ്ട്, വിജയ് സാറുണ്ട്, അങ്ങനെ പീച്ചി മാസ്റ്റർ ഉണ്ട്. നല്ല ടോപ്പ് പാർട്ടികളാണ്. കല്ലുമല കുഞ്ഞോൻ സാറുണ്ട്. അങ്ങനെ വലിയ പാർട്ടികളായിരുന്നു അവിടെ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അന്ന് ഞാൻ ബ്രദറുകാരനായിട്ട് ചെന്നേ, അറിഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ ബ്രദറുകാരനായി ഞാൻ അവിടെ ചെന്നപ്പോൾ പ്രൈസ് ഗോഡ്, എല്ലാ എൻ്റെ കൂട്ടുകാരും 20 പേരുണ്ട്. അവർ 20 പേരും പ്രൈസ് ഗോഡ് ശ്രദ്ധിച്ചാട്ടെ പെന്തക്കോസ്തുകാരാ. അവർ ആത്മനിറവിൽ അന്യഭാഷയിൽ ആരാധിക്കുന്നു. ഞാൻ മാത്രം ആരാധിക്കുന്നില്ല. ടീച്ചിങ് മാസ്റ്റർ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന രാത്രിയിൽ, അർദ്ധരാത്രി ട്രെയിന് പോരുകയാണ് മാവലിക്കരയിൽ. അവിടെ വെച്ചൊരു പാട്ട് പാടി. എനിക്ക് ആനന്ദം എന്ത് ആനന്ദം കൊണ്ട് ആ എഴുതിയ സന്ദർഭം പറഞ്ഞ പാടിയത്. ഇവരെല്ലാവരും ആത്മനിറവിൽ ആരാധിച്ചു, അന്യഭാഷയിൽ. ഞാനാണെങ്കിൽ അന്യഭാഷ ഇല്ലാതെ ആരാധിച്ചു. ഞാൻ ബ്രദറുകാരനല്ലേ? ഞാൻ നിങ്ങളോട് തുറന്നു പറയുന്നു, ഇന്നും ഞാൻ ബ്രദറുകാരനാണ്. വ്യത്യാസം പറയാം. പിറ്റേ ദിവസം രാവിലെ പീച്ചി മാസ്റ്റർ പോയി ക്ലാസ് നടത്തി. വിജയ് സാറാണ് ക്ലാസ് കഴിഞ്ഞു. മടക്കുന്ന മരക്കസേരയിൽ ഇരിക്കുക ഞങ്ങൾ വിദ്യാർത്ഥികൾ. അപ്പോൾ 4-5 വിദ്യാർത്ഥികൾ എൻ്റെ കൂടെ പഠിക്കുന്നവർ പറഞ്ഞു, തോമസ് ആ പാട്ട് പീച്ചി മാസ്റ്റർ പാടിയത് ഞങ്ങൾക്കൊന്ന് പാടിത്തരണം. ഞാനൊന്ന് പാട്ട് പഠിപ്പിക്കാനിരിക്കുക മടക്കുന്ന കസേരയിൽ. നമ്മൾ കല്യാണത്തിനൊക്കെ മേശ ഇടുമ്പോൾ ആ കസേര ഉണ്ടല്ലോ, അതാ. അതിൽ ഞാനിരുന്ന് പാട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ദൈവം എന്നെ പരിശുദ്ധാത്മ സ്നാനത്താൽ നിറയ്ക്കാൻ പ്രസാദിച്ചത്. അങ്ങനെ ആത്മസ്നാനം ആദ്യമായിട്ട് എനിക്ക് ലഭിക്കുന്ന അമ്മ. അതിന്റെ പ്രത്യേകത പറയാം. ആ കസേരയിൽ ഇരുന്ന് 5.25 മണിക്കൂർ അന്യഭാഷയിൽ ആരാധിച്ചു. ഞാൻ തുള്ളുന്നുണ്ട്, ചാടുന്നുണ്ട്. വിജയ് സാർ പ്രിൻസിപ്പാൾ പറഞ്ഞു, ബ്രദറുകാരന് അന്യഭാഷ കിട്ടിയ ദിവസമല്ലേ, ഇന്ന് ബെല്ലൊന്നും അടിക്കണ്ട, ഭക്ഷണത്തിന്റെ ബെല്ലൊന്നും അടിക്കണ്ട. ബ്രദറുകാരൻ അന്യഭാഷ പറഞ്ഞ് നിൽക്കുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം. പ്രൈസ് ഗോഡ്. 5.25 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ആരാധനയിൽ നിർത്തിയത്. ഞാൻ നിർത്തിയത്, ദൈവം നിർത്തിയത്. എൻ്റെ ഒരു ചോദ്യം ഇവിടെയാണ്. ബ്രദറുകാരനായാലും കത്തോലിക്കക്കാരനായാലും പെന്തക്കോസ്തുകാരനായാലും പരിശുദ്ധാത്മാവ് നൽകുന്ന ലോകത്തിലെ അന്യഭാഷ, ആരും തിരിച്ചറിയാത്ത അന്യഭാഷ, ഇതിലേതാണെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്നതിനാൽ
മുമ്പോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? അത് മരണം വരെ നിലനിൽക്കുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കൈയടിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ആ അന്യഭാഷ മരണം വരെ നിലനിൽക്കും. ചൂടവാല ഹസ്തജൻ ഔഷിയാർഗഷ് റംദൽ ക്രൗണ്ടല മകട്ട മകട്ട ഹത്തുരാർഗഷിയാർഗസ്. അത് മരണം വരെ നിലനിൽക്കുന്ന അന്യഭാഷയാണ്. ഇതിന്റെ പ്രത്യേകത എന്താണ്? നമുക്കൊന്ന് വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ എല്ലാവരും മരണം ബൈബിൾ നിങ്ങൾ എല്ലാവരും തുറക്കണം. പ്രൈസ് ഗോഡ്. ഇവിടെ ഇത് മാറ്റുമ്പോൾ നിങ്ങളുടെ അന്തരീക്ഷം മാറുമെന്നുള്ളത് കൊണ്ടാണ് കാണിക്കാൻ ഞാൻ പറയാം. നിങ്ങൾ എല്ലാവരും ബൈബിൾ തുറക്കണം. എല്ലാവരും ബൈബിൾ എടുത്താട്ടെ. നമ്മുടെ രാജാവിന്റെ പുസ്തകമല്ലേ എടുക്കുന്നേ. നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കണം എല്ലാവരും. അതിന്റെ 6-7 വാക്യങ്ങൾ നേരത്തെ വായിച്ച സഹോദരി വായിച്ചാൽ മതി. വായിച്ചാട്ടെ. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തരും താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്ന് പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ ആ വാക്ക് എത്ര പേർ ശ്രദ്ധിച്ചു? പരിശുദ്ധാത്മാവ് നൽകിയ ഈ ലോകത്തിലെ അന്യഭാഷ പറയുന്നത് കേട്ടത് ഗലീലക്കാരാണ്. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അല്ല, ഗലീലക്കാരാണ് സംസാരിച്ചത്. അങ്ങനെയെങ്കിൽ ഇവർ ഗലീലക്കാരല്ലയോ എന്നെടുത്ത് ചോദിക്കാനുള്ള റീസൺ എന്താ? മർക്കോസിന്റെ മാളിക മറിയിൽ കൂടിയവർ ഗലീലക്കാരായി 120 പേരാ. ഇവിടെ ഗലീലക്കാരല്ലയോ എന്നെടുത്ത് പറയാനുള്ള കാരണം എന്താ? അതിനെക്കുറിച്ച് ബൈബിൾ തരുന്ന വിശാലമായ അറിവിലേക്ക് വരണം. നമുക്കെടുക്കാം യോഹന്നാന്റെ സുവിശേഷം. ഒന്നിച്ച് നിങ്ങൾ എടുക്കണം. ഇതിനകത്ത് വലിയൊരു ദൂത് നിങ്ങളുടെ ഹൃദയത്തിൽ പതിയാനുണ്ട് എന്നതുകൊണ്ടാണ് ഞാൻ ഇത് എടുക്കണം എന്ന് പറയുന്നത്. അതിന്റെ 7-ാം അധ്യായത്തിലേക്ക് വന്നാൽ 50-ാം വാക്യം മുതൽ എല്ലാവരും നോക്കി വായിക്കുക. ഒരു വലിയ വിടുതൽ ഈ മെസ്സേജ് കഴിയുമ്പോൾ ഇവിടെ നടക്കുമെന്നും കൂടെ പറഞ്ഞിട്ടാണ് ഞാൻ ഈ വാക്യം വായിപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരുവെഴുത്ത് വായിക്കണം. തിരുവെഴുത്ത് തിരിച്ചറിയുമ്പോഴാണ് വലിയ വിടുതലുള്ളത്. വായിച്ചാട്ടെ. യോഹന്നാൻ 7:50 മുതൽ. അവരിൽ ഒരുത്തനായി മുൻപേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദോമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവർ അവരോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക. ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലയോ എന്നുത്തരം പറഞ്ഞു. ആ വാക്ക് ശ്രദ്ധിച്ച് വായിക്കണേ. ബൈബിളിൽ 8 വിധത്തിലുള്ള വായനയാണ് ഉള്ളത്. ലോകത്തിലാകെ 16 വിധത്തിലുള്ള വായനയാണ് ഉള്ളത്. 8 വിധത്തിലുള്ള വായന ബൈബിളിലുണ്ട്. ഇപ്പോൾ വായിച്ചപ്പോൾ 3 തെറ്റുകൾ വന്നിട്ടുണ്ട്. വിഷയം 3 മാറിയപ്പോൾ. അതുകൊണ്ട് ആ മോള് തന്നെ ഒന്ന് വായിച്ച് നിർത്തി ഒന്ന് വായിച്ച്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അവരിൽ ഒരുത്തനായി മുൻപേ അവന്റെ അടുക്കൽ വന്നിരുന്ന നിക്കോദോമോസ് അവരോട്, ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ട് അവൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞിട്ടില്ലാത്ത നമ്മുടെ അറിഞ്ഞിട്ടല്ലാതെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ. അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. അടുത്തത്, അവർ അവനോട്, നീയും ഗലീലക്കാരനോ? പരിശോധിച്ചു നോക്കുക. ഗലീലയിൽ നിന്നും പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്നുത്തരം പറഞ്ഞു. ശരി വായിച്ചേനെ. ആ മോൾക്ക് എന്റെ 5 കൺഗ്രാജുലേഷൻ. ഹല്ലേലൂയ. നന്നായി വായിച്ചല്ലോ. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് വരാം. ഞാൻ ഈ വാക്യം ഇവിടെ പറയാൻ പോകുകയാണ്. നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേൽക്കുന്നില്ലല്ലോ. 2-ാം അധ്യായം നമ്മൾ വായിച്ചത് ഇവരെല്ലാവരും ഗലീലക്കാരല്ലയോ എന്ന് പറഞ്ഞ് ആശ്ചര്യപ്പെട്ടെന്നാ. ഇതിന്റെ ചരിത്രം അറിയാത്തതുകൊണ്ടാണ് നമുക്കിവിടെ ഒരു ആശ്ചര്യം ഇല്ലാതിരിക്കുന്നത്. യോന പ്രവാചകനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. യോന എവിടുത്തുകാരനാണെന്ന് ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ പറയുന്നത് ഞാൻ വിചാരിക്കുന്നു. പ്രൈസ് ഗോഡ്. യോന യഥാർത്ഥത്തിൽ ഗലീല സ്റ്റേറ്റിൽ ജനിച്ചവനാ. അപ്പൊ ഗലീലയിൽ നിന്ന് പ്രവാചകൻ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ എന്നു മുതലാണ് എഴുന്നേൽക്കാത്തത് എന്നൊരു ചരിത്രം അറിയണം. നിങ്ങൾ കൃത്യമായി പഠിച്ചാൽ
BC 721 മുതൽ AD 30 വരെ ഏകദേശം 750 കൊല്ലം ഒറ്റ പ്രവാചകൻ എഴുന്നേൽക്കാത്ത സ്ഥലമാണ് ഗലീല. ഒറ്റ പ്രവാചകൻ എഴുന്നേറ്റിട്ടില്ല. അവിടെയാണ് പരിശുദ്ധാത്മാ നിറവിൽ പരിശുദ്ധാത്മാവ് നൽകിയ അന്യഭാഷ പറഞ്ഞതും അന്യഭാഷ അവർക്ക് അത് ദൂതായി മാറിയതും. 750 കൊല്ലത്തെ ബന്ധനം അഴിച്ചു മാറ്റിയ ആത്മനിറവാണ് അപ്പോസ്തല പ്രവൃത്തി 2 കാണുന്നതെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? ഒരു നല്ല ഹല്ലേലൂയ പറയാൻ എത്ര പേർക്ക് കഴിയും? ലോകം നിനക്കെതിരെ ഒരു മുൻവിധി എഴുതിയാൽ, ഇനി ഗലീലയിൽ നിന്നൊരു പ്രവാചകൻ എഴുന്നേൽക്കില്ല എന്ന ഒരു മുൻവിധി എഴുതി കഴിഞ്ഞാൽ, നിന്റെ തലമുറകൾ ഇനി നന്നാകില്ല എന്ന് വിധി എഴുതി കഴിഞ്ഞാൽ, നിന്റെ ഭർത്താവ് ഇനി അനുഗ്രഹിക്കപ്പെടില്ല എന്ന് വിധി എഴുതി കഴിഞ്ഞാൽ, നിന്റെ ചർച്ച മേൽഗതി പിടിക്കില്ല എന്ന് വിധി എഴുതിയാൽ, ദൈവം പറയാണ് ആത്മനിറവ് വന്നാൽ ഈ കെട്ടുകളെല്ലാം അഴിയുമെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? അപ്പൊ അങ്ങനെ ഒരു ആത്മനിറവ് ഇന്നത്തെ മീറ്റിംഗിൽ നമുക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ പറയാതെ തന്നെ കരമുയർത്തി നിങ്ങളെല്ലാം തിരുവഴുത്തിനോട് നിങ്ങൾ അധിക കാംക്ഷയുള്ളവരാണെന്ന് കാണുന്നു. നമുക്ക് ഒരുമിച്ച് നമ്മുടെ കരങ്ങൾ ഉയർത്തി ഹൃദയം ഒന്ന് തുറന്ന് ദൈവത്തോടൊരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകം അതിശയിക്കുമാറ് ഞങ്ങളെക്കുറിച്ചുള്ള മുൻവിധി എന്ന ചങ്ങല പൊട്ടി തകരുമാറ് ഒരു വലിയ ആത്മനിറവ് ഞങ്ങൾക്ക് നൽകണമേ. വലിയൊരു ആത്മനിറവിന്റെ അന്യഭാഷയുടെ ഒഴുക്ക് ഞങ്ങൾക്ക് തരണമേ. ഇന്ന് വരെ ചരിത്രത്തിൽ ഞങ്ങൾ കണ്ടിട്ടില്ലാത്ത കരുത്തേറിയ സന്ദേശവും ദൂതുകളുമായി ഈ മീറ്റിംഗിൽ നിന്ന് ചിലർ എഴുന്നേൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന പലരും ഈ മീറ്റിംഗിലുണ്ട്. ഞാൻ തുറന്നു പറയുന്നു, നിങ്ങളത് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ദൈവം ആ കാര്യത്തിൽ നിങ്ങളോട് കനിയും എന്നറിയുന്നവരുണ്ടെങ്കിൽ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുമെന്ന് ഉറപ്പുള്ളവരുണ്ടെങ്കിൽ ദയവായി നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചാട്ട്, ദയവായി പ്രാർത്ഥിച്ചാട്ട്. 750 കൊല്ലം, 7.5 നൂറ്റാണ്ട് ഒറ്റ പ്രവാചകൻ എഴുന്നേൽക്കാതിരിക്കുകയാണ്. ഒരൊറ്റ നിറവ് കൊണ്ട്, ഒരു പ്രാവശ്യത്തെ ഒരു ദിവസത്തെ ആത്മനിറവ് കൊണ്ട് 120 രാജ്യങ്ങളിൽ നിന്ന് തെറ്റിത്തെറിച്ചു വന്ന വമ്പൻ ജനത്തിന്റെ മുമ്പിൽ അവര് പറയുന്ന ഭാഷ പറഞ്ഞ് അവരോട് ദൂത് പറയാൻ തക്കവണ്ണം ആ കെട്ട് പൊട്ടിച്ച ദൈവമാണ് എൻ്റെ ദൈവമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? 7.5 നൂറ്റാണ്ടിന്റെ ബന്ധനമഴിച്ച എന്റെ ദൈവത്തിന്റെ കയ്യാലുള്ള നിറവ് എന്നിലും എന്റെ കുടുംബത്തിലും വരണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്നിച്ച് നിങ്ങൾ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. അത് ആരൊക്കെയാ? നമുക്കറിയാം, 3 വട്ടം തള്ളി പറഞ്ഞ ഒരു പെങ്കൊച്ചിന്റെ മുമ്പിൽ ആലിലെ പോലെ ആടിയ മിസ്റ്റർ പത്രോസ് ഈ മീറ്റിംഗിലുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ, ബാക്കി ഞാൻ പറയണ്ടല്ലോ. 9 തവണ വീണവനാണവൻ. 9 തവണ. നിങ്ങൾ കൃത്യമായി കണക്കാ നോക്കിയാൽ 9 തവണയാ. ആ പുള്ളിയാണ് ഇവിടെ നിന്ന് ഇപ്പൊ അന്യഭാഷ പറയുന്നത്. എൻ്റെ ഒരു ചോദ്യം, നമ്മുടെ ജോഡി പാസ്റ്റർ ആ മീറ്റിംഗിൽ ഉണ്ടെന്ന് കരുത്. പത്രോസ് നടത്തുന്ന മീറ്റിംഗിൽ ജോഡി പാസ്റ്റർ ഉണ്ടെന്ന് വിചാരിക്കുക. ജോഡി പാസ്റ്റർ അദ്ദേഹത്തെ നോക്കി പറയാം, നിന്നെ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നൊക്കെ ഉദ്ധരണി അടിച്ചിട്ട് എനിക്ക് നിന്നെ വിധിക്കാതെ കുറെ കാര്യങ്ങളുണ്ട്. നീ 9 കാര്യങ്ങൾ ചെയ്ത കാര്യം കൃത്യമായിട്ട് അറിയാം, നീ വലിയ തുള്ളൊന്നും വേണ്ട എന്ന് ജോഡി പാസ്റ്റർ പറയുകയാണെങ്കിൽ പത്രോസ് അത് കേൾക്കാൻ നിൽക്കില്ല. കാരണം പത്രോസിന് നിയന്ത്രണം അവനിലല്ല, അവന്റെ അകത്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനാലാകിയാൽ നിയന്ത്രണം പരിശുദ്ധാത്മാവ് ഏറ്റെടുത്തതിനാൽ ആ നിറവിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു പെൺകുട്ടിയുടെ മുമ്പിൽ ആലില പോലെ വിറച്ചവൻ ഇപ്പോൾ വലിയൊരു സംഘത്തിന്റെ മീതെ എഴുന്നേറ്റ് പ്രസംഗിക്കാൻ തുടങ്ങിയിരിക്കുക. ഈ ആത്മനിറവോടെ ഇന്നത്തെ നിറവ് കഴിയുമ്പോൾ അങ്ങനെ ഒരു പരിപാടി തുടങ്ങണം നമ്മുടെ ചർച്ചയിൽ എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഭയന്നു മാറിയ, പിന്മാറിയ,
ചരിത്രത്തിൽ ഇനി വേണ്ടെന്ന് പറഞ്ഞ് വലയെടുത്ത് മീൻ പിടിക്കാൻ പോയ പാർട്ടികളെ നിറച്ച് എന്റെ ദൈവം ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുന്ന ഒരു വലിയ നിറവിന്റെ പ്രൊജക്റ്റാണിത് എന്നറിയുന്നവർ എത്ര പേരുണ്ട്? ഇങ്ങനെ ഒരു വലിയ നിറവിന്റെ ഒരു പ്രൊജക്റ്റ് ഈ മീറ്റിംഗിൽ വന്നവർക്ക് വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ദൈവം ഈ ദൂത് നിങ്ങൾക്ക് നൽകുന്നത്. സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നിച്ചൊരു ഹല്ലേലൂയ പറയാം. നമ്മുടെ കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം. ആത്മനിറവിനാൽ പരിശുദ്ധാത്മാവ് നൽകുന്ന ലോകത്തിന്റെ ഭാഷകൾ, അന്യഭാഷകൾ, ആരും തിരിച്ചറിയാത്ത അന്യഭാഷ, അത് ഏതാണെങ്കിൽ പരിശുദ്ധാത്മാവ് നൽകുന്നതിനാൽ വലിയ ബന്ധനങ്ങൾ അഴിയാൻ തക്ക വലിയൊരു ഉണർവ് ഈ മീറ്റിംഗിന് ഇന്നുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? എ ഗ്രേറ്റ് റിവൈവൽ. ഷുഡബാലവാല ഹംദജാലക ഷൈഡലപകട ഹത്തുങ്കാര റിബബാനക ചൈഡലപകട പകതൽ കടക ഡീവൽ കന്ദേ ബാനക ജഗതൽ കൈഡൽ കടകൽ കംദൽ പ്രൗഢ. അത് നടന്നേ പറ്റൂ എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നിച്ച് ദൈവത്തോട് സ്തോത്രം ചെയ്ത് ആരാധിച്ചാട്ടെ. നമ്മളെ കുറിച്ച് മുൻവിധി എഴുതിയ മുൻവിധി കണ്ട് കണ്ണ് നിറഞ്ഞ് ഉള്ള ഉരുകി വേദനിച്ച് അവസാനിക്കാതെ ഒരു കാര്യം ചിന്തിക്കേ, നമ്മൾ ആ മുൻവിധി പറയുന്നവരുടെ മുമ്പിൽ, മുൻവിധി കാണിക്കുന്നവരുടെ മുമ്പിൽ അവരോട് മറുപടി പറയാതെ അവരുടെ കാര്യങ്ങൾ നമ്മുടെ നാവിലൂടെ പറയാൻ തക്ക ആത്മനിറവിന്റെ പ്രോഗ്രാം ദൈവത്തിനുണ്ടെന്ന് അറിയുന്നവർ എത്ര പേരുണ്ട്? D.L. മൂഡിയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. D.L. മൂഡിയെ ഞാൻ ഹൈസ്പീഡിൽ പ്രസംഗിക്കാത്തത് ഈ ദൂത് നിങ്ങളുടെ അകത്ത് മരണം വരെ കിടക്കണമെന്നുള്ളതുകൊണ്ടാണ്. ഞാൻ 120 കിലോമീറ്റർ സ്പീഡിൽ പ്രസംഗിക്കുന്ന ആളെന്ന് തന്നെ കുറ്റക്കാരനാണ് ഞാൻ. പക്ഷേ ഈ ദൂത് അങ്ങനെ പറഞ്ഞു പോയാൽ പറ്റത്തില്ല. ഇത് മരണം വരെ ആവശ്യമാണ്. അവിടെ നിർത്തി പറയാം. D.L. മൂഡിയുടെ വീട് ചെറിയൊരു വീടായിരുന്നു, ഒരു കൊച്ചു സ്ഥലത്ത്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുമ്പിൽ ഒരു ചെറിയ വഴിയാണ്. ആ വഴിക്ക് അപ്പുറത്ത് ഏകദേശം 1 കിലോമീറ്റർ നീളത്തിൽ മതിൽക്കെട്ടുള്ള ഒരു മുതലാളി താമസിച്ചിരുന്നു. D.L. മൂഡിയുടെയും മുതലാളിയുടെയും ഗേറ്റുകൾ നേർക്കാണ്. ഇവർ രണ്ടുപേരും ഗേറ്റിന്റെ അവിടെ വന്നു നിൽക്കുമ്പോൾ മുതലാളി വിളിച്ചു പറയും, മൂടി, എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട, എന്റെ വൈഫിനോട് വന്ന് പറഞ്ഞാൽ മതി, വൈഫ് തരും, വിഷമിക്കേണ്ട കേട്ടോ എന്ന് പറയും. ഇത് കേട്ട് കേട്ട് മടുത്ത D.L. മൂടി ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, നീ എൻ്റെ ദൈവമാണ്, നീ എൻ്റെ സർവവും ഉള്ള ദൈവമാണ്, ഇനി ഇങ്ങനെയുള്ളൊരു വാക്ക് കേൾക്കാൻ അനുവദിക്കരുത്. എൻ്റെ വീട്ടിൽ നീ ഉണ്ടെന്ന് തെളിയണം, എൻ്റെ വീട്ടിൽ നീ ഉണ്ടെന്ന് തെളിയും. ഇതായിരുന്നു D.L. മൂഡിയുടെ പ്രാർത്ഥന. വലിയൊരു കേസ് മുതലാളിക്ക് വന്നു. മുതലാളിയുടെ കേസ് ഇംഗ്ലണ്ടിൽ ലോകം മുഴുവൻ അറിയത്തക്ക നില വലുപ്പത്തിലായി. അദ്ദേഹത്തിന്റെ സ്വത്തുക്കളെല്ലാം ജപ്തി ചെയ്യാൻ തീരുമാനിച്ചു. ജപ്തി ചെയ്യാൻ തീരുമാനിച്ച ദിവസം അദ്ദേഹം സിറ്റ് ഔട്ടിൽ വന്ന് ഈസി ചെയറിൽ കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. D.L. മൂഡി ഇപ്പുറത്ത് നിന്നത് കണ്ട് അവിടെ ചെന്നു. മുതലാളി എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചു. എന്റെ വസ്തുക്കളെല്ലാം ജപ്തി ചെയ്തു ഉദ്ദേശി എന്ന് പറഞ്ഞു. അപ്പൊ D.L. മൂഡി പറഞ്ഞ വാക്ക്, എന്റെ ചെറ്റക്കുടിലിൽ മുട്ടുകുത്തിയാൽ നിങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം നടത്താൻ പറ്റിയ സ്ഥലം അതാണ്. ഈ ധൈര്യത്തിലേക്ക് ഈ വെയിറ്റിങ്ങിലുള്ള പ്രിയപ്പെട്ടവരെ കൊണ്ടുവരാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? നമ്മുടെ ചെറ്റക്കുടിലിൽ മുട്ടുമടക്കിയാൽ ഉന്നതന്റെ ചങ്ങല ഉരുക്കി വീഴ്ത്താൻ കഴിയുന്ന ആത്മമണ്ഡലം ഒരുങ്ങുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? എന്റെ ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവരെല്ലാം ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി കാണാൻ പോകുകയാണ്. ഒരു വലിയ ദൈവപ്രവൃത്തി കാണാൻ പോകുകയാണ്. എന്റെ ദൈവം അത് ചെയ്യുമെന്ന് ഉറപ്പുള്ളവരെല്ലാം കരം അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള അപേക്ഷ. ഇരിക്കുന്ന സ്ഥലം മറന്ന് ധൈര്യമായി പറയാം, ഈ വലിയ നിറവിനാൽ ലോകം അറിയുന്ന ചില കാര്യങ്ങൾ രംഗത്ത് വരാൻ പോകുകയാണ്. അത് രംഗത്ത് വരാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ
ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ഇനി നമുക്ക് അവിടേക്ക് തന്നെ തിരിച്ചു വരാം. അപ്പോസ്തലപ്രവൃത്തി 2 ഞാൻ നിങ്ങളെ വീണ്ടും അത് ക്ഷണിക്കുകയാണ്. ഗലീലക്കാർ എന്ന വിഷയം പറഞ്ഞപ്പോൾ അതിശയിച്ചു പോയെന്ന് നമുക്ക് എടുക്കാം. അപ്പോസ്തലപ്രവൃത്തി 2 അതിന്റെ പ്രൈസ് ദി ലോർഡ് 6-ാം വാക്യം മുതലാണ് നമ്മൾ വായിച്ചത്. അതൊന്ന് വായിക്കാം. 6 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാട്ട്. ഈ മുഴക്കമുണ്ടായപ്പോൾ പുരുഷാരം വന്നുകൂടി ഓരോരുത്തരും താന്താന്റെ ഭാഷയിൽ അവർ സംസാരിക്കുന്നത് കേട്ട് അമ്പരന്നു പോയി. എല്ലാവരും ഭ്രമിച്ച് ആശ്ചര്യപ്പെട്ടു. ഈ സംസാരിക്കുന്നവർ എല്ലാം ഗലീലക്കാർ അല്ലയോ? പിന്നെ നാം ഓരോരുത്തരും ജനിച്ച നമ്മുടെ സ്വന്തം ഭാഷയിൽ അവർ സംസാരിച്ചു കേൾക്കുന്നത് എങ്ങനെ? സ്വന്തം ഭാഷയിൽ സംസാരിക്കുന്നു. ഗലീലക്കാർക്ക് ഇത് എങ്ങനെ പറ്റിയെന്നാ? ഉടബാല ഹസ്തജന 120 രാജ്യങ്ങളിൽ പരന്ന് നിരന്ന് കിടക്കുന്ന പ്രിയപ്പെട്ടവർ ചോദിക്കുകയാണ്, ഈ ഗലീലക്കാർക്ക് നമ്മുടെ ഭാഷയിൽ സംസാരിക്കാൻ എങ്ങനെ സാധിച്ചു? ഇന്നത്തെ നിറവിനാൽ ലോകത്തിന് വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിൽ വെക്കേണ്ടി വരുമെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? അങ്ങനെ ഒരു നിറവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാൽ ഈ വലിപ്പത്തിലുള്ള നിറവാണ് നമുക്ക് ലഭിക്കേണ്ടത്. നമ്മൾ വന്നു 100 ഋതത്തിൽ പാടേണ്ട പാട്ട് 120 പാടുമ്പോൾ അന്യഭാഷ വന്നു, സന്തോഷമായി ആമീൻ പറഞ്ഞു പോകുന്നു. അങ്ങനെയല്ല, ഒരു റിസൾട്ടുള്ള ഒരു മീറ്റിംഗ് ആയി മാറണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഒരു റിസൾട്ട് വേണം എൻ്റെ കുടുംബത്തിൽ, ഒരു റിസൾട്ട് വേണം എൻ്റെ മക്കളിൽ, ഒരു റിസൾട്ട് വേണം എൻ്റെ ഭാര്യയിൽ, ഒരു റിസൾട്ട് വേണം എൻ്റെ ഹസ്ബൻഡിൽ ആഗ്രഹിക്കുന്നവർ ഒന്നിച്ച് പ്രാർത്ഥിച്ചാട്ട്. ഒരു റിസൾട്ട് എൻ്റെ പിതാവിൽ വേണം, ഒരു റിസൾട്ട് എൻ്റെ മാതാവിൽ വേണം എന്നാഗ്രഹിക്കുന്നവരെല്ലാം ഒന്നിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ചാട്ട്. ആ റിസൾട്ട് കിട്ടുമെന്നേ ആഗ്രഹിക്കുന്നവർക്ക് നിറവേറ്റി കൊടുക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമുക്കിവിടെ വരാനുണ്ട്. എല്ലാം 22 കാര്യങ്ങൾ ഞാൻ എടുക്കുന്നില്ല. എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് പറയാൻ മാത്രമേ ദൈവം നിർബന്ധിക്കുന്നു. ആ ദൂതുകൾ മാത്രം പറയാം. 15-ാം വാക്യം മുതൽ ഒന്ന് വായിക്കാമോ? 2:15 മുതൽ ഒന്ന് വായിക്കാമോ? നിങ്ങൾ ഊഹിക്കുന്നത് പോലെ ഇവർ ലഹരി പിടിച്ചവരല്ല. പകൽ 3-ാം മണി നേരമേ ആയിട്ടുള്ളവല്ലോ. ഇത് യോവേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതത്രേ. അതെന്തെന്നാൽ, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എൻ്റെ ആത്മാവിനെ പകരും. അവരും പ്രവചിക്കും. മീൻ പിടിക്കാൻ നടന്ന പത്രോസ് ഇപ്പോൾ പ്രവാചക വ്യാഖ്യാനം പറയാൻ തുടങ്ങിയിരിക്കുക. യോവേൽ പ്രവചന വ്യാഖ്യാനം പറയാൻ തുടങ്ങിയിരിക്കുക. മീൻപിടുത്തക്കാരന് ഇത്ര വലിയ വിദ്യാഭ്യാസത്തിൽ എത്തിച്ചോ ദൈവം? ഇവിടെയാണ് നിറവ് വന്നാൽ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ തരാൻ ദൈവം തയ്യാറാണ്. ആത്മീക വിദ്യാഭ്യാസത്തിന്റെ നിറവിലേക്ക് നമ്മുടെ മീറ്റിങ്ങുകൾ ഉയർന്നു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ആത്മീക വിദ്യാഭ്യാസത്തിന്റെ നിറവിലേക്ക് നമ്മുടെ മീറ്റിങ്ങുകൾ വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റും. എൻ്റെ കർത്താവിന്റെ കുഞ്ഞുങ്ങൾക്ക് ആത്മീക വിദ്യാഭ്യാസം ലഭിക്കണം, സെക്കുലർ വിദ്യാഭ്യാസം ലഭിക്കണമെന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അതുപോലെ തന്നെ ആത്മീയ വിദ്യാഭ്യാസം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഇന്ന് ഞാനൊരു വേദന പറയാൻ പോവുകയാണ് നിങ്ങളോട്. 16 കൊല്ലം മുമ്പ് സൗദിയിൽ ജോലി രാജിവെച്ച് കേരളത്തിൽ വന്ന് വളരെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എല്ലാവരോടും അവരവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ തിടുക്കമായിരുന്നു. ഇപ്പോൾ മകൻ വിദ്യാഭ്യാസം കഴിഞ്ഞു. വിദ്യാഭ്യാസം കഴിഞ്ഞപ്പോൾ അവൻ പോയി വേറൊരു പെണ്ണിനെ സ്ഥാനപ്പെടാതെ വേറൊരു പെണ്ണിനെ സ്നേഹിച്ച് കല്യാണം ഒരുങ്ങിയിരിക്കുക. ഇവിടെ വന്നിരിക്കുക, സാറേ അപ്പന് തുല്യമായിട്ട് ഞാൻ കരുതുന്നു, ഇവിടെ ഞാൻ എന്ത് ചെയ്യണം?
ഇവിടെയാണ് മക്കൾക്ക് ആത്മീക വിദ്യാഭ്യാസം നൽകാതെ കുടുംബങ്ങൾ തുലയുന്നു, വലയുന്നു, ഉലയുന്നു. സ്പിരിച്വൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത തലമുറകൾ നശിക്കുകയാണ്. നമ്മുടെ തലമുറകൾ ആരാധനയിൽ വന്നിരുന്ന് ആനന്ദിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ടോ? അത് ഇഷ്ടപ്പെടണം. അങ്ങനെ ആത്മീക വിദ്യാഭ്യാസം അവർക്ക് നമ്മുടെ ആരാധനയിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? നല്ലൊരു സന്തോഷത്തോടെ ഹല്ലേലൂയ പറയാൻ പറ്റുമോ? ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ തലമുറകൾ സെക്യുലർ എഡ്യൂക്കേഷൻ വേണം എന്ന് കരുതി അവർക്കായി എത്ര പൈസയാണ് മുടക്കുന്നത്. പക്ഷേ ഹൈടെക് വിദ്യാഭ്യാസമുള്ള കൊച്ചൻ ഇപ്പോൾ ഈ പ്രാർത്ഥിക്കുന്ന ദൈവദാസന്റെ കയ്യിൽ നിന്ന് പോയി. ഇനി തിരിച്ചു കിട്ടാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ടിരിക്കുക. മിനിഞ്ഞാന്ന് പിടിച്ച കാര്യം പറയുന്നേ, മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യമല്ല. ഞാൻ നിങ്ങളോട് തുറന്നു ചോദിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സെക്യുലർ വിദ്യാഭ്യാസം പോലെ അതിനേക്കാൾ ഉപരിയായി ആത്മീക വിദ്യാഭ്യാസം ഉള്ളവരാണോ എന്ന് നോക്കുക. ആത്മനിറവിന്റെ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നിങ്ങളുടെ കുടുംബത്തിൽ ഇനി വളമിട്ട് വെള്ളമൊഴിച്ച് വളർത്തിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എത്ര പേര് അതിനുവേണ്ടി കണ്ണുനീര് അത് വെള്ളമൊഴിക്കാൻ താല്പര്യമുള്ളവർ എത്ര പേരുണ്ട്? അതോടൊപ്പം തന്നെ അവർ ആത്മീയ വിദ്യാഭ്യാസത്തിൽ വളർത്തണം. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറയാൻ പറ്റുമെങ്കിൽ നമ്മുടെ കൈകൾ മലർത്തി ദൈവത്തോട് പറയും, ദൈവമേ, ഈ വിഷയത്തിൽ ഞങ്ങളുടെ ചർച്ചിനകത്ത് ഇന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കുടുംബങ്ങളിൽ വലിയൊരു കെട്ടഴിയാനുണ്ട്. ഈ ദൂത് ഞാനിവിടെ പറയുമ്പോൾ നിങ്ങളുടെ കുടുംബങ്ങളിൽ ചിലതിൽ കെട്ടഴിയാനുണ്ട്. നിർണയത്തോടുകൂടിയാണ് പറയുന്നത് ഞാൻ. ആ കെട്ടൊന്ന് അഴിയണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഡിവൈസ് ഓപ്പൺ ചെയ്ത് കൈകൾ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഞാൻ നിങ്ങളോട് കൂടെ പ്രാർത്ഥിക്കാം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ വീട്ടിൽ ഒരു വലിയ വിടുതൽ ആവശ്യമുണ്ട്. അങ്ങനെ ആവശ്യമുള്ളവർ നിങ്ങളുടെ ഡിവൈസ് ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ കൈകൾ ഉയർത്തിയാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. എല്ലാവരും തലകളെ വണക്കി കരകളെ ഉയർത്തിപ്പിടിച്ചാട്ടെ. നമുക്ക് ഒരുമിച്ച് ആ കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തിയ ദൈവം എൻ്റെ കുടുംബത്തിന് വിടുതൽ നൽകണമെന്ന് ആവശ്യപ്പെട്ട മാനസികമായി ഉരുകുന്ന നിങ്ങൾക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ പോകുകയാണ്. കർത്താവിന്റെ ദാസൻ ജോണി പാസ്റ്റർ നിങ്ങളുടെ ചർച്ചിന്റെ അധ്യക്ഷനാണ്. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. ജോണി പാസ്റ്റർ നിയമിത അധ്യക്ഷനാണ്. പിതാവ് നിയമിച്ചവൻ, പുത്രൻ നിയമിച്ചവൻ, പരിശുദ്ധാത്മാവ് ആക്കി വച്ചിരിക്കുന്നു. അങ്ങനെ പിതൃപുത്ര പരിശുദ്ധാത്മാവിനാൽ നിയമനം ലഭിച്ച അധ്യക്ഷൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രായം കുറഞ്ഞ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഒന്നിച്ച് നമ്മുടെ കണ്ണടച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഇന്ന് ചർച്ചിനകത്ത് യുവതലമുറയുടെ കെട്ടുപൊട്ടി അവര് വളർന്നെങ്കിലേ സഭ വളരൂ എന്നറിയുന്നവർ എത്ര പേരുണ്ട്? അവർ വളർന്നെങ്കിലേ സഭ വളരൂ. അറിവിലേക്ക് വരാം. ആ കെട്ടഴിയാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണ്ടി ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നുണ്ട്. ജോണി പാസ് ഇപ്പോൾ പ്രാർത്ഥിക്കും. ഞങ്ങൾ ഈ സമയം ഞങ്ങളെ സമർപ്പിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവേ, പ്രിയ കർത്തദാസനെ ഞങ്ങളെ കേൾപ്പിച്ച ദൂതിനായി ഞങ്ങൾ നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾക്ക് മറിഞ്ഞിരുന്നത് ഇന്ന് രാത്രിയില് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് പ്രിയദാസനോടെ വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്ത കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളിൽ ഏറ്റവും കർത്താവെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് എന്താണെന്ന് ഞങ്ങൾ കർത്താവ് ഒരിക്കൽ കൂടി പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയല്ലോ. പ്രത്യേകിച്ച് ഇന്ന് രാത്രി ഞങ്ങളെ കർത്താവ് ഡിവൈസിലായിരിക്കും എല്ലാവരും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദാഹത്തോടെ ആയിരിക്കുന്നവരുണ്ട് കർത്താവ്. കർത്താവ് തിരിച്ചറിവില്ലാതിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉത്കണ്ഠകളെ തുറക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. മഹിമാനും ശക്തിയുടെ അളവറ്റ വലിപ്പം
ഇന്ന് രാത്രിയിലും ഒരിക്കൽ കൂടി അവിടുന്ന് വെളിപ്പെടുത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കരങ്ങൾ അശക്തമാണ് കർത്താവെ, ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവെ. ഈ തലമുറയിൽ അവിടുത്തെ നാമം മഹത്വം എടുക്കണം. ഈ തലമുറയിൽ യേശു കർത്താവാണെന്ന് അറിയുവാൻ തക്കവണ്ണം, യേശു ഏക വഴിയാണെന്ന് അറിയാൻ തക്കവണ്ണം, ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യരുടെയും യേശു ക്രിസ്തു നാമമല്ലാതെ മറ്റൊരു നാമമില്ലെന്ന് അറിയുവാൻ തക്കവണ്ണം ശക്തമായ ഈ ദിവസങ്ങളിൽ കർത്താവെ അവിടുത്തെ വചനത്തെ പ്രഘോഷിക്കുവാൻ ഒരു പത്രോസിനെ എഴുന്നേൽപ്പിച്ച് അവിടുത്തെ കർത്താവെ 5000 3000 സ്നാനമേറ്റതുപോലെ ഈ ദിവസങ്ങൾ കർത്താവെ ആമേൻ അവിടുത്തെ വചനം ശക്തിയോടെ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീര്യപ്രവർത്തികളാലും ഈ ദിവസങ്ങൾ വചനം സ്ഥിരീകരിക്കപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുന്ന കർത്താവെ. കഴിഞ്ഞ ആളുകൾ കർത്താവെ അനവധി ദൂതുകൾ കേട്ടു കർത്താവെ. ഹല്ലേലൂയ സ്തോത്രം. ഈ ദിവസങ്ങളിലും കർത്താവ് കേട്ട ദൂത് കർത്താവ് ദൈവത്തിന്റെ വചനം ഈ ദിവസങ്ങളിൽ കർത്താവെ അത് പൂർണ്ണതയിലേക്ക് വരുവാൻ തക്കവണ്ണം, നിവൃത്തികരണങ്ങളിലേക്ക് വരുവാൻ തക്കവണ്ണം കർത്താവെ ആ ദർശനം ബന്ധപ്പെടുവാൻ തക്കവണ്ണം ദയാക്കുമാറാണമേ ലക്ഷ്യമേ. ഞങ്ങൾക്ക് ഒരു ആഗ്രഹമുള്ള അനേക ആത്മാക്കൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ, അനേക തീരെ കർത്താവ് കടന്നു വരുമ്പോൾ, കർത്താവ് അനേക തീച്ചൂടുന്ന അനേക കർത്താവ് ഈ ദിവസങ്ങൾ സത്യദൈവത്തെ അറിയുവാൻ തക്കവണ്ണം, നിത്യയുടെ അവകാശിയായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി കർത്താവ് ഇന്ന് ആവശ്യമായിരിക്കുന്ന തലങ്ങളിൽ കർത്താവെ ഇന്ന് അവിടുന്ന് വെളിപ്പെടുത്തുമാറാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ തലമുറയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ തലമുറയെ കർത്താവ് എഴുന്നേൽപ്പിക്കണം. കർത്താവ് ഈ ദിവസം ഞങ്ങളെ എഴുന്നേൽപ്പിക്കണം പ്രാർത്ഥിക്കുന്നു. ആ കർത്താവെ സ്തോത്രം. അതിന് വിരുദ്ധമായി നിൽക്കുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളും, ലോകത്തിന്റെ സ്നേഹങ്ങൾ, ജഡികമായി നിൽക്കുന്ന കർത്താവെ സ്തോത്രം തലങ്ങളെ എല്ലാം കർത്താവ് അറിയുന്നുവല്ലോ. ഇന്ന് എത്ര വലിയ ശക്തി കേന്ദ്രമാണെങ്കിലും പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രവർത്തിച്ചാൽ പാരമ്പര്യത്തിന്റെ ശക്തി, ശാപത്തിന്റെ ശക്തി, ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ ഇന്ന് പകൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞുമാറുന്നതിനായി അന്യഭാഷകൾ ദൈവത്തെ ആരാധിക്കാൻ, സത്യദൈവത്തെ സത്യത്തിനാത്മാവിനെ ആരാധിപ്പാൻ, പരിശുദ്ധാത്മാവ് പ്രവൃത്തി വെളിപ്പെടുവാൻ തക്കവണ്ണം അല്പസമയം കൊണ്ട് മരുഭൂമി ഉദ്യാനമാകുമെന്നും ഉദ്യാനം വനമായി എണ്ണപ്പെടുമെന്നും കർത്താവെ സ്തോത്രം. അവിടുത്തെ ആത്മാവിനെ പകരുവോളം അത് സംഭവിക്കുമെന്ന് അവിടുത്തെ തിരുവചനം പറഞ്ഞ പോലെ തന്നെ അവിടുത്തെ പരിശുദ്ധാത്മാ ശക്തിയെ കർത്താവ് അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു തലമുറ എഴുന്നേൽക്കട്ടെ കർത്താവെ. വളരെ വേഗത്തിൽ കർത്താവ് ഈ ദിവസങ്ങൾ സംഭവിക്കുവാനുള്ളത് സംഭവിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കേട്ടി എല്ലാ കേട്ടുകളെയും യേശുവിന്റെ അധികാരമുള്ള ഒരുമിച്ച് കർത്താവെ ദൈവസഭയായി ഞങ്ങൾ അഴിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ കെട്ടുന്ന സ്വർഗത്തിൽ കെട്ടപ്പെടുമെന്നും ഇവിടെ അഴിക്കുന്ന സ്വർഗത്തിൽ അഴിക്കപ്പെടുമെന്നും പത്രോസ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ കാറ്റ് ഈ ദിവസം അടിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ നിറവ് സകലരുടെ മേലും ഇന്ന് രാത്രിയിൽ കർത്താവ് യേശുവിന്റെ നാമത്തിൽ കർത്താവ് സംഭവിക്കട്ടെ. അവിടുന്ന് കർത്താവ് ആദ്യം കേൾപ്പിച്ചതുപോലെ വീട് മുഴുവൻ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞുവെങ്കിൽ, സകലരുടെ മേലും പരിശുദ്ധാത്മാവിന്റെ നിറവ് കടന്നു വന്നുവെങ്കിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പാ അഥവാ രമന ഹസ്ത സ്വർഗത്താവെ മാളിക മുറിയിൽ വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, ദൈവശക്തി ഒരിക്കൽ കൂടി അവിടുന്ന് അയക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കേട്ടവരൊക്കെ ആശ്ചര്യപ്പെട്ടതുപോലെ ഈ ദിവസം ഞങ്ങളുടെ കുടുംബത്തിലുള്ളവർ, ഞങ്ങളുടെ ചാർച്ചക്കാർ, ബന്ധുക്കൾ, കർത്താവ് ഞങ്ങളുടെ സ്നേഹിതർ അനേകർ കർത്താവ് ഈ ദിവസങ്ങളിൽ ശക്തിയോടെ കർത്താവ് എഴുന്നേൽക്കൊണ്ടേ കർത്താവ് എഴുന്നേൽപ്പിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ അധികാരത്തോടെ തന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കണം, ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും. അന്ത്യനാളിൽ സകല ജനത്തിനും എന്റെ ആത്മാവിനെ പകരുമെന്ന് തിരുവചനമുണ്ട്. അതേ കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു വിദാസങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവെ കൽപ്പിച്ച നല്ല ദൂതനായ വചനത്തെ കർത്താവ് ഒരിക്കൽ പോയി ഏൽപ്പിച്ചു തുറന്നും കർത്താവിന്റെ ശക്തിയോടെ ഈ ദിവസം ഇന്ന് കർത്താവ് സംസാരിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കരങ്ങൾ താഴ്ത്തുന്ന പ്രാർത്ഥനയുടെ വയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ ആത്മനിറവ് മറ്റൊരു ഭാഗം കൂടെ ഞാൻ നിങ്ങളുടെ ദൃഷ്ടിയിൽ കൊണ്ടുവരാം. എടുത്താട്ടെ ആവർത്തന പുസ്തകം 34 അധ്യായം അതിന്റെ 9 വാക്യം. ആവർത്തന പുസ്തകം 34 അധ്യായം 9 വാക്യം. വായിച്ചാട്ടെ. നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനപൂർണനായി തീർന്നു. ഒന്നോടെ വായിച്ച് ഒരക്ഷരം വിട്ടാൽ 2 കാര്യം അത് നഷ്ടപ്പെടും. ആ അക്ഷരം അതിനകത്ത് വന്നില്ല, അതുകൊണ്ടാ. ഒന്നോടെ നിർത്തി വായിച്ചു നോക്കി. നൂന്റെ മകനായ യോശുവയെ മോശ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനപൂർണനായി തീർന്നു. വിട്ടുപോയൊരു അക്ഷരം, ജ്ഞാനാത്മപൂർണനായി തീർന്നു. ഇപ്പഴാ സംഗതി ശരിയായത്.
വെരി ഗുഡ്. എല്ലാവരും ഇങ്ങോട്ട് നോക്കി വാക്യത്തിലേക്ക്. നൂന്റെ മകനായ യോശുവയെ മോശെ കൈവച്ച് അനുഗ്രഹിച്ചിരുന്നത് കൊണ്ട് അവൻ ജ്ഞാനാത്മപൂർണനായി തീർന്നു. ജ്ഞാനാത്മപൂർണൻ മാറ്റാം. ഞാൻ അധികം ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ വയർ സ്കൂളിൽ അധ്യാപകനാണ്. ആ കൂടി 48 കോളേജിൽ പഠിപ്പിച്ചോളൂ. അപ്പോൾ ഇന്ന് ഞാൻ ഒരു സെമിനാരിയിൽ 19 രാജ്യങ്ങൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞ് രാവിലെ, നാളെ രാവിലെ ഒരു സെമിനാർ പഠിപ്പിക്കാൻ പോവുകയാണ്. അതും ഒത്തിരി രാജ്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഇന്ത്യയിലും അമേരിക്കയിലും മസ്കറ്റിലും കുവൈറ്റിലൊക്കെയുള്ള ആളുകളാണ് നാളെ അറ്റൻഡ് ചെയ്യുന്നത്. ഞാൻ 10ാം ക്ലാസ് തോറ്റവർ മുതൽ PhD വരെയുള്ള സാധാരണക്കാരായവരാണ് എൻ്റെ ക്ലാസ്സിൽ വിദ്യാർത്ഥികൾ. നിങ്ങൾ എന്നെ കണ്ടാൽ തന്നെ അറിയാലോ, ഒരു 74 വയസ്സുള്ള ചെറുപ്പക്കാരനല്ലേ ഇരിക്കുന്നത്. വലത്ത് കൈ ജന്മനാൽ സ്വാധീനമില്ല, ഇടത്ത് കൈയാണെങ്കിൽ 70% വർക്ക് ചെയ്യുന്നില്ല, ബ്രെയിൻ പൊട്ടിയതാണ്, തലാമിക് ബ്ലീഡിങ് വന്ന് ഈ ഭാഗം മുഴുവൻ സ്ട്രോക്കായി പോയതാണ്. അങ്ങനെയുള്ള ഞാനാണ് ഇന്ന് ക്ലാസ് എടുത്ത് നിങ്ങളെ പ്രസംഗിച്ചത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? ആമേൻ. ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല. ഇതിനേക്കാളൊക്കെ ഉന്നതമായ ശക്തി നമ്മിലൂടെ വ്യാപിപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എത്ര പേര് കരമുയർത്തി സ്തോത്രം ചെയ്യും? ആമേൻ. ഇനി ഞാൻ ഇവിടെ നിർത്തുന്ന. നാളെ എനിക്ക് 2 രാജ്യങ്ങളിൽ ക്ലാസ് എടുക്കേണ്ടതുണ്ട്. ഒന്ന് മസ്കറ്റ് സെമിനാരിയിൽ, 2 അയർലൻഡ് സെമിനാരിയിൽ നാളെ എടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുകയാണ്, ഇതെല്ലാം നടന്നു പോകുന്നു. 74 വയസ്സുകാരനായ ചെറുപ്പക്കാരനെ ദൈവം നടത്തിക്കുകയാണ് ഈ കണ്ടീഷനിൽ. എൻ്റെ ബ്രെയിൻ പൊട്ടിയതാണ്. പ്രൈസ് ഗോഡ്. എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് പറഞ്ഞ് ഞാൻ അവിടെ കുത്തിടാം. ഒറ്റ കൈവെപ്പിനാൽ 2 നിറവുകൾ. മോശ യോശുവയെ കൈവച്ചപ്പോൾ 2 നിറവുകൾ ഒരുമിച്ച് ലഭിക്കുന്നു. സൂക്ഷ്മമായിട്ട് പഠിച്ചാൽ വിസ്ഡം നിറയുന്നു, ഹോളി സ്പിരിറ്റ് നിറയുന്നു. അഭിഷക്തരായ ദൈവദാസന്മാർ കൈവയ്ക്കുമ്പോൾ 2 നിറവ് ലഭിക്കുന്ന ഒരു വലിയ അനുഭവം നമ്മുടെ മീറ്റിങ്ങിൽ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? കൈവെപ്പിനാൽ 2 നിറവ് ലഭിക്കുക. ഒന്ന് പരിശുദ്ധാത്മ നിറവ്, 2 അപ്പോൾ തന്നെ ജ്ഞാനത്തിന്റെ നിറവ്, ജ്ഞാനാത്മ നിറവ്. ആമേൻ. ജ്ഞാനാത്മ നിറവ് ലഭിക്കണം. അത് 2 നിറവാണ്. എനിക്ക് ഇവിടെ നിന്നുകൊണ്ട് നിങ്ങളെ ഒരു വലിയ പ്രവാചക ദൂതുകളിലേക്ക് കൊണ്ടുപോകാനുണ്ട്. ഇപ്പൊ നമ്മുടെ സമയം ഇനി 5 മിനിറ്റേ ഉള്ളൂ. ഞാനിപ്പോൾ പ്രസംഗം ആരംഭിച്ചാൽ ഈ ദൂത് പറഞ്ഞു തരണമെങ്കിൽ 12:30 മണി കഴിയും. ഈ ഒറ്റ വാക്യത്തിലെ ദൂത് അത് മാത്രം ഞാനിപ്പോൾ പറയാം. നിങ്ങൾ മനസ്സിലാക്കുക. പ്രൈസ് ഗോഡ്. ഞാൻ ഈ കോളേജിൽ പഠിപ്പിക്കുമ്പോൾ പുസ്തകം തുറക്കാറില്ല. അതുകൊണ്ട് അറിഞ്ഞിരിക്കുക, ഈ എൻ്റെ ബ്രെയിൻ പൊട്ടുന്നത് വരെ നോട്ട് തുറക്കാറില്ല. ബൈബിൾ മാത്രം മുമ്പിൽ വെക്കും. അത് 10ാം ക്ലാസ് തോറ്റവർ മുതൽ മേലോട്ട് ഉള്ള എല്ലാവരും പഠിപ്പിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. ഞാൻ അതുപോലെ തിരുവഴുത്തിന് അതെ കൊതിക്കുന്നു, അത്രേ പറയാനുള്ളൂ. ഇവിടെ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ തിരുവഴുത്ത് കാണുക. മോശ സമാഗമന കൂടാരത്തിന് മുമ്പിൽ യോശുവയെ അനുഗ്രഹിക്കുന്നു. തൽക്കാലത്തേക്ക് മോബിൻ എന്ന് പറയുന്ന സഹോദരനെ യോശുവായിട്ട് കാണുക. അതിന് വിഷമില്ലെന്ന് വിചാരിക്കുന്നു. മോബിൻ ഒരു യോശുവയാണെന്ന് വിചാരിക്കുക. നമ്മുടെ പാസ്റ്ററാണ് മോശ. ആള് മോശമല്ലല്ലോ. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക. പാസ്റ്റർ മോശ മോബിൻ എന്ന യോശുവയെ കൈവയ്ക്കുകയാണ്. എവിടെ? സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ വെച്ച്. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചെങ്കിൽ ഈ ദൂത് മനസ്സിലാവുള്ളൂ. മോശയാകുന്ന ജോണി പാസ്റ്റർ മോബിനാകുന്ന യോശുവയുടെ തലയിൽ സമാഗമന കൂടാരത്തിന്റെ മുമ്പിൽ വെച്ച് തലയെ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കൈവച്ച് കഴിഞ്ഞപ്പോൾ 2 അനുഗ്രഹങ്ങൾ ഒരുമിച്ച് മോബിന് കിട്ടുന്നു. ഒന്ന് ജ്ഞാനത്തിന്റെ നിറവ്, 2 ആത്മാവിന്റെ നിറവ്. അതാണ് ജ്ഞാനാത്മ നിറവ് ലഭിക്കുന്നത്. ആമേൻ. പരിശുദ്ധാത്മാവിനെ കുറിച്ച് 310 പേജുള്ള ഒരു ബുക്ക് ഞാൻ എഴുതി വെച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. അവിടേക്ക് ഇപ്പൊ കടക്കുകയല്ല. ഞാൻ യെശയ്യാവിന്റെ പുസ്തകം 704 പേജുള്ള പുസ്തകം എഴുതി കഴിഞ്ഞു. അതിപ്പോൾ ഒരു എഡീഷൻ കഴിഞ്ഞു, 2ാമത്തെ എഡീഷൻ പകുതിയായി. പ്രൈസ് ഗോഡ്. ഞാൻ അങ്ങനെ ചെറിയ ചെറിയ പുസ്തകങ്ങൾ എഴുതുന്ന ഒരു കൊച്ചു ഉപദേശം കൂടിയാണ്. എഴുതി വന്നപ്പോൾ ഈ കാര്യം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തറച്ചു. ഒറ്റ കൈവപ്പ് 2 നിറവ്. ഒറ്റ ചോദ്യം ചോദിക്കുന്നു, വാട്ട് ഈസ് ദ ഗോൾ, വാട്ട് ഈസ് ദ പർപ്പസ്? ഇതിൻ്റെ
ലക്ഷ്യം എന്താണെന്ന് എൻ്റെ ചോദ്യം. യോശുവയെ നിറച്ചതിൻ്റെ ലക്ഷ്യം, നിങ്ങൾ ഇരുന്നാൽ ഞാൻ 12:30 വരെ പ്രസംഗിക്കും. നാളെ രാവിലെ ക്ലാസ് എടുക്കേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ പേടി. ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ, അങ്ങനെ ഒരു നിറവ് നമുക്ക് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിച്ചാൽ ഉത്തരം നിങ്ങൾ പറഞ്ഞാൽ മതി. ഫേസിൽ മോബിൻ തന്നെ പറയട്ടെ അല്ലേ? മോബിനെ ക്ഷണിക്കുകയാണ് ഉത്തരം പറയാൻ. വേറൊന്നുമില്ല. അബ്രഹാമിന്റെ കുടുംബത്തിലെ അഥവാ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്ത വാഗ്ദത്ത രാജ്യം ഏതാണെന്ന് ഒന്ന് പറയാമോ മോബിൻ? ദൈവം കൊടുത്ത വാഗ്ദത്ത രാജ്യം ഇസ്രായേൽ. ഇസ്രായേൽ ഇസ്രായേൽ എന്നല്ല, കനാൻ. ഇത് രണ്ടും ബൈബിളിൽ ഇല്ല എന്നതാണ് സത്യം. കനാൻ കൊടുത്തിരിക്കുന്നത് താമസത്തിന്റെ സ്ഥലം. യോശുവ 1 താമസിക്കാൻ കൊടുത്തതാ. രാജ്യമായി കൊടുത്തിരിക്കുന്നതിനെ കുറിച്ചൊരു വാക്ക് ഞാനിപ്പോ പറയാം. തെളിവുകൾ എടുക്കാൻ പോകുന്നതിൽ 5 വാക്യങ്ങൾ കിടക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. 8 രാജ്യങ്ങൾ അടങ്ങിയതാണ് അബ്രഹാമിനും കുടുംബത്തിനും മക്കൾക്കൊക്കെ കൊടുത്തിരിക്കുന്ന വാഗ്ദത്ത ഏരിയ. ആ വാഗ്ദത്തം കൈപ്പറ്റാൻ വേണ്ടി ഇവരെ ലീഡ് ചെയ്യേണ്ട നിറവാണിത്. ഇപ്പൊ അതേ പറയാൻ സമയമുള്ളൂ. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ഒരുപാട് പ്രവാചകന്മാർ പ്രവാചികമാർ നമ്മുടെ ചർച്ചിൽ വന്ന് വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ട്. ആ വാഗ്ദത്തങ്ങളിലേക്ക് നയിക്കുന്ന വലിയ നിറവ് ഞങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? വാഗ്ദത്തങ്ങളിലേക്ക് ഞങ്ങളെ ലീഡ് ചെയ്യുന്നൊരു വലിയ നിറവ് വേണമെന്ന് താല്പര്യമുള്ളവരെല്ലാം കൈകൾ ഉയർത്തി ഒരു വാക്ക് പ്രാർത്ഥിച്ചാട്ടെ. ദൈവമേ, ഞങ്ങൾക്ക് തന്ന വാഗ്ദത്തങ്ങളിലേക്ക് നയിക്കുന്നൊരു നിറവ് ഞങ്ങൾക്ക് ഈ രാത്രി തരണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്ര പേരുണ്ട്? 11 മണിയാണ് നമ്മുടെ സമയം. ഞാൻ ഈ 52 കൊല്ലം പ്രസംഗിച്ചു, സമയം നീട്ടിയെടുക്കാറില്ല. തന്ന സമയം പാലിച്ചിരിക്കും, ഇന്നും പാലിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. അവസരം തന്ന ജോണി പാസ്റ്റർക്ക്, സഹകരിച്ച പാസ്റ്റർമാർക്ക്, സഹകരിച്ച എല്ലാ സഹോദരി സഹോദരന്മാർക്ക് ക്രിസ്തുവിലുള്ള എൻ്റെ സ്നേഹവന്ദനവും നന്ദിയും പറയുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ, താങ്ക് യു വെരി മച്ച്. അനുഗ്രഹിക്കപ്പെട്ട ദൈവിക വചനങ്ങൾ, ദൂതുകൾ പ്രിയ കർത്തൃദാസനോട് സംസാരിച്ചു. പ്രത്യേകിച്ച് പരിശുദ്ധാത്മാവിനെ പറ്റിയും നിറവിനെ പറ്റിയും അനവധി കാര്യങ്ങൾ പ്രിയ കർത്തൃദാസനോട് നമ്മളെ കർത്താവ് കേൾപ്പിച്ചു. ഞാൻ വിശ്വസിക്കുന്നു കടന്നു വന്ന എല്ലാവർക്കും ഇന്ന് പരിശുദ്ധാത്മാവ് തൻ്റെ ദൈവവചനത്തിലൂടെ കർത്താവ് തന്ന വെളിപ്പാടിനായിട്ട്, തന്ന ദൈവിക തീഷ്ണതയ്ക്കായിട്ട്, അത് അനേകരുടെ ഹൃദയത്തിൽ ഒരു ദൈവിക തീഷ്ണത ഇന്ന് രാത്രിയിൽ കർത്താവ് കൊടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ട വചനം ഈ ദിവസങ്ങളിൽ വിശ്വാസയോഗ്യമായി ഏറ്റെടുക്കുക മാത്രമല്ല, അതിൻ്റെ വെളിപ്പാട് ഈ ദിവസങ്ങൾ വർദ്ധിച്ചു വരുവാൻ തക്കോണം ദൈവം നമ്മളെ ഇടയാക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള വചനം, ഇതുമായി ബന്ധപ്പെട്ട വചനം നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്ര ആഴത്തിൽ ശക്തമായി ഈ തിരുവചനം പ്രിയ കർത്തൃദാസനോടെ കർത്താവ് കേൾപ്പിച്ചതിനെ ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നമുക്കിന്ന് ആവശ്യം മറ്റൊന്നുമല്ല, നമുക്കാവശ്യം ആ കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും ആ അധികാരവുമാണ് ഇന്ന് ദൈവസഭയ്ക്ക് ഇന്ന് കുറവുള്ളത്. ഇന്ന് പലതും നടക്കാത്തതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, അതുതന്നെയാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആ ശക്തി, സ്വർഗീയ ശക്തി ധരിക്കുന്നിടം വരെ നിങ്ങൾ നഗരത്തിൽ നിന്ന് പോകരുത്. ആ ശക്തി ധരിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ മാറും. ആമേൻ, അവസ്ഥകൾ മാറും. ഇന്ന് അതിൻ്റെ കുറവാണ് ഇന്ന് നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്, നമ്മുടെ ജീവിതത്തിനും കാണുന്നത്. അതിനായിട്ട് തീക്ഷ്ണതയോടെ, ദാഹത്തോടെ, എരിവോടെ ആഗ്രഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും തയ്യാറാണോ? ഇത് നമ്മുടെ ഒരു പിന്നാമ്പറങ്ങളുമല്ല, നമുക്ക് എന്തെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കഥാ വിഷയം. നമ്മുടെ ഉള്ളിലൊരു ആഗ്രഹമുണ്ടോ, ഒരു തീക്ഷ്ണതയുണ്ടോ? ഈ ദിവസങ്ങളിൽ അതിനൊരു വില കൊടുക്കുവാൻ തയ്യാറാണോ? പ്രായം വിഷയമല്ല. സ്തോത്രം, സ്തോത്രം. ഇന്ന് ആമേൻ ബൈബിൾ കോളേജിൽ പോയോ ഇല്ലെന്നുള്ളതല്ല വിഷയം. സ്തോത്രം. കഥാവിന് വേണ്ടി ഈ ദിവസങ്ങളിൽ സ്നേഹമുണ്ടോ? ആ ദൈവരാജ്യത്തിന് വേണ്ടി ഈ ദിവസങ്ങളിൽ ദർശനമുണ്ടോ? അത് ഈ ദിവസങ്ങൾ ദൈവം പകരും. അവസ്ഥകളെ ശരീരത്തിലേക്ക് നോക്കരുത്. അവൻ ശരീരം ഒരു പക്ഷേ ബലഹീനമായിരിക്കാം. ചുറ്റുവട്ടങ്ങളിലേക്ക് നോക്കരുത്. അവസ്ഥകൾ നമുക്ക് പ്രതികൂലമായിരിക്കാം. പക്ഷേ ആഗ്രഹമുണ്ടോ? പ്രാർത്ഥിക്കാൻ തയ്യാറാണോ?
മുഴങ്കാൽ മടക്കാൻ തയ്യാറാണോ? അതിൻ്റെ മേൽ പ്രവർത്തിക്കുന്നൊരു കർത്താവുണ്ട്. ആ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രത്യേകിച്ച് കർത്തദാസനായി പ്രാർത്ഥിക്കേണ്ടി വന്ന എല്ലാവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ദിവസങ്ങളിലും ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അത് ക്രിയ ചെയ്യാൻ പോകുന്നതിനായിട്ട് പ്രിയ ദൈവദാസൻ പറഞ്ഞു, ഇന്ന് രാത്രിയിൽ ചിലരുടെ മേൽ കർത്താവ് ആഗ്രഹിക്കുന്ന ചിലരുടെ മേൽ ദൈവം തൻ്റെ കൃപയെ അഭിഷേകത്തെ ഈ ദിവസങ്ങൾ ഉജ്ജ്വലിപ്പിക്കുന്ന ആളുകളാണ്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. പ്രിയ കർത്തദാസനായി പ്രാർത്ഥിക്കാം. ശാരീരികമായി, മാനസികമായി, ആത്മീയമായിട്ടെല്ലാം ദൈവദാസനെ കർത്താവ് ബലപ്പെടുത്തുവാൻ കർത്താവ് ഇന്ന് നാളെ നടക്കുന്ന മീറ്റിംഗ് എല്ലാം കർത്താവ് ആവശ്യമായിരിക്കുന്ന ആ ബലവും ശക്തിയും കർത്താവ് പകരുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു വലിയ ഉണർവ് ഈ ദിവസങ്ങളിൽ ദൈവസഭകൾക്കുള്ളിൽ നടക്കുവാൻ, ആമീൻ, രാജ്യങ്ങൾ ഈ ദിവസങ്ങളിൽ ആമീൻ കർത്താവ് യേശു ക്രിസ്തുവിനെ അറിയുവാൻ, നമ്മളുടെ അനേകളുടെ കർത്താവ് ഈ ദിവസം ഇടയാക്കുവാനായിട്ട് കൃപാവര ശുശ്രൂഷകൾ വെളിപ്പെടുവാൻ, അധികാരത്തിൽ ശുശ്രൂഷകൾ ഈ ദിവസങ്ങൾ വെളിപ്പെടുവാൻ ആഗ്രഹിക്കുന്ന കണ്ണീരോടെ എത്ര പേർ പ്രാർത്ഥിക്കാൻ തയ്യാറാകും. അവരുടെ ജീവിതത്തിന് മേൽ കർത്താവ് അത് പ്രവർത്തിക്കാൻ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഒരാഴ്ചയെ കർത്താവ് നമുക്ക് തന്നിട്ടുള്ളൂ. എത്ര നാളുണ്ടെന്ന് അറിയത്തില്ല. പക്ഷേ ഉള്ള സമയം ആമീൻ ശക്തിയോടെ അതിനുവേണ്ടി ദിവസങ്ങൾ നിൽക്കുവാൻ തയ്യാറാണോ? ദൈവം വേഗത്തിൽ തന്നെ തൻ്റെ പ്രവൃത്തിയെ ചെയ്യാൻ ദൈവം ബദ്ധസ്ഥനാണ്. കർത്താവ് അത് ചെയ്തിരിക്കും. അത് ഈ ദിവസങ്ങളിലും സ്വർഗം ആഗ്രഹിക്കുന്നു. അതിനെ നമുക്ക് പ്രാർത്ഥിക്കാം, കരങ്ങൾ ഏൽപ്പിക്കാം. പ്രിയ മുൻപർ നമ്മുടെ മധ്യമുള്ള നമുക്ക് പ്രിയ ദാസൻ നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കും. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളെ അളകൂടാതെ സ്നേഹിക്കുന്ന നിങ്ങളുടെ സ്വർഗത്തിന് നല്ല കർത്താവെ കേൾപ്പിച്ച നല്ല ദൂതിനായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ സഭയൊന്നടങ്കം യേശുവിന്റെ നാമത്തിൽ ഇന്ന് കേട്ട ദൂത് പ്രാപിക്കുന്നു. ഞങ്ങളത് ഏറ്റെടുക്കുന്നു. ഇത് ഞങ്ങൾ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടുവരുവാൻ സ്വർഗത്തിനപ്പച്ചൻ ഞങ്ങളെ സഹായിച്ചാലും കർത്താവെ, ഇന്ന് സഭയുടെ മേൽ വലിയൊരു നിറവിനെ സ്വർഗത്തിന്റെ ദയതൂന്നി അയച്ചതിനായിട്ട് നന്ദി. ഞങ്ങളിരുന്ന ഭവനത്തെ നിറച്ചതിനായിട്ട് നന്ദി. ഞങ്ങളുടെ കുഞ്ഞു കുട്ടികളടക്കം സകലരെയും ദയതോന്നി നിറച്ചതിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വചനം ശുശ്രൂഷിച്ച അങ്ങയുടെ വിലയേറിയ ഭൃത്യനെ സഭയ്ക്കും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവം തന്നിട്ടുള്ള ദൈവിക അധികാരത്തിൽ നിന്ന് അങ്ങയുടെ ഭൃത്യനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വേണ്ട സൗഖ്യത്തെ, ബലത്തെ കൽപ്പിച്ചാക്കിയാലും ഒരു സൗഖ്യത്തിന്റെ നിറവിനെ സ്വർഗത്തിന്റെ ദൈവമേ അപ്പ അങ്ങയുടെ ഭൃത്യന്റെ മേൽ റിലീസ് ചെയ്യണമേ. ആത്മശക്തി തന്റെ ദാസന്റെ മേലും വെളിപ്പെടട്ടെ കർത്താവെ. ദൈവീയ അധികാരത്തോടെ അനവധി പേരെ വാർത്തെടുക്കുവാൻ തന്റെ ഭൃത്യനെ തുടർന്നും ബലപ്പെടുത്തണമെന്ന് സ്വർഗത്തോട് അപേക്ഷിക്കുന്നു കർത്താവെ. ഒരിക്കൽ കൂടി നാളെ നടക്കുന്ന ശുശ്രൂഷയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഉപയോഗിക്കണമേ. ഒരിക്കൽ കൂടി അങ്ങയുടെ ഭൃത്യനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ മക്കൾക്കായിട്ടും പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിന്മേൽ ഇത് 100 മേനിയായി ഫലം പുറപ്പെടുവിക്കട്ടെ. സ്വർഗം അയച്ച നിറവിനായിട്ട് നന്ദി. സകലമാനവുമാത്വം കർത്താവിന് ഞങ്ങൾക്ക് ആ ജീവൻ തന്ന യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സ്തോത്രം. നമ്മളെ കരം വെച്ച് ആശീർവദിച്ച് മടക്കി അയക്കുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. എല്ലാവരും ഈ ദിവസങ്ങളിൽ ഇപ്പോൾ കാണുന്നതല്ല അമിതശക്തി, കർത്താവിനും അമിതശക്തിയിലും ബലപ്പെടുക. ഓരോരുത്തരും കർത്താവ് ഈ ദിവസങ്ങളിൽ ആയിരിക്കുന്ന സ്ഥാനങ്ങൾ, ഭവനങ്ങൾക്കുള്ളിൽ, ദേശങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ നാമമഹത്വത്തിനായി തീരുവാൻ, ദേശങ്ങളെ കുലുക്കുവാൻ തക്കവണ്ണം ഭവനങ്ങൾ ഈ ദിവസങ്ങൾ നമ്മളായിരിക്കുന്ന ഭവനങ്ങൾക്കുള്ളിൽ, നമ്മളിതായിരിക്കുന്ന നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കർത്താവിൻ്റെ ആമേൻ ഈ ദിവസങ്ങളിലും നാമം ഈ ദിവസങ്ങൾ അറിയുവാൻ, അനേകർ അറിയുവാൻ തക്കവണ്ണം കർത്താവ് ഇടയാക്കാൻ പോകുന്നതിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആമേൻ. ഒരു മഹാസന്തോഷത്തോടെ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയെന്ന് തിരുവചനം പറയുമ്പോൾ ഈ ദിവസങ്ങൾ മഹാസന്തോഷത്തോടെ കർത്താവ് നമ്മളെ മടക്കി അയക്കുന്നതിനായി സ്തോത്രം. ഇന്ന് രാത്രിയിലും യേശു കർത്താവ് നമ്മളെ കരം വെച്ച് ആശീർവദിച്ചിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യാം. സ്വർഗ്ഗപിതാവാം ദൈവത്തിൻ്റെ സ്നേഹം, ദൈവത്തിനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിച്ച് നമ്മളെ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യവും ശക്തിയും എല്ലാവരും കൂടെ കർത്താവിൻ്റെ വരവിലേക്കും കൽപ്പിക്കപ്പെട്ട വചനത്തോടും ദൈവം ലോകമെമ്പാടും വിശുദ്ധന്മാരും കൂടിയിരിക്കുമാറാട്ടെ. ക്രിസ്തു യേശു മുഖാന്തരം ജയത്തോടെ തന്നെ നമ്മൾ നടത്തുന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവേ വരണമേ. മാറാനാഥ. കർത്താവിൻ്റെ സമാധാനം എല്ലാവരും കൂടെ ഇരിക്കുമാറാ. അനുഗ്രഹിക്ക് പ്രാർത്ഥിക്കാൻ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരിക്കൽ കൂടി പ്രിയ കർത്താവിനുള്ള നന്ദിയെ സ്നേഹത്തെ അറിയിക്കുന്നു. താങ്ക് യു പാസ്റ്റർ സോ മച്ച്. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഉയർന്ന് ശോഭിക്കുവാൻ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക, അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക, ഞാൻ ഉയർന്ന് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക, പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിച്ച് ഞാൻ ആ കൃപയാമ. അന്ധകാര ശക്തികളെ
കൃപയാപചൂടബലന്തൻ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർപ്പിടുമ്പോൾ തുറന്നിടുക നൽകീരുറവ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. ക്ലേശം നിറയും ഒരു യാത്രയിൽ ഞാൻ നിന്നെ സ്തുതിച്ചാർപ്പിടുമ്പോൾ തുറന്നിടുക നൽകീരുറവ ഞാൻ എഴുന്നേറ്റ് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് ആരാധിപ്പാൻ. ആത്മാവിനാലെ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം ചെയ്യുക വിശുദ്ധിയോട് വിശുദ്ധിയോടെ ആത്മാവിനാലെ ശക്തിയാലെ കോട്ടകൾ തകർത്തിടുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അഭിഷേകം പകർന്നിടുക പുതുശക്തി പ്രാപിക്കുവാൻ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ ആ കൃപയാൽ. ശക്തികളെ ജയിക്കും. ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക കോട്ടകൾ ആത്മശക്തിയാൽ എന്നെ നിറച്ചിടുക അനുദിനം ആരാധിപ്പാൻ. അഭിഷേകത്താൽ എന്നെ നിറച്ചിടുക ഞാൻ ഉണർന്ന് ശോഭിക്കുവാൻ. അഭിഷേകം പകർന്നിടുക ഒരു പുതിയ ശക്തി ഇത് പോരാ കർത്താവേ പകർന്നിടുക. ഓ യെസ്, ഉറക്കത്തിൽ നുണരുവാൻ ദൈവശക്തി പ്രാപിക്കുവാൻ മുന്നോട്ട് പോകുവാൻ മുന്നിൽ നിൽക്കുന്ന മണ്ഡലങ്ങളെ തകർക്കുവാൻ. ഞാൻ ശാരീരികമായിട്ടുള്ള എല്ലാ ക്ഷീണങ്ങളും മാറട്ടെ. ശാരീരികമായ വേദനകൾ യേശുവിനാമത്തിൽ മാറട്ടെ. മനസ്സിന്റെ ക്ഷീണങ്ങൾ മാറട്ടെ. ബുദ്ധിയോട് വാദിക്കുന്ന ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ വിട്ടുമാറട്ടെ. ഇരുട്ടിന്റെ വ്യാപാരം അഴിഞ്ഞുമാറട്ടെ. ഓ വി ബ്ലെസ് യു ജീസസ്. ജയിക്കും 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 ഞാൻ ജയിക്കും. അന്ധകാര ശക്തികളെ ജയിക്കും ഞാൻ കൃപയാ. അന്ധകാര ശക്തികളെ